വേഗത്തിൽ തന്നെ ഒരു വാക്യം നമുക്കെടുത്ത് വായിക്കാം. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 57-ാമത്തെ വാക്യം. അപ്പോൾ യേശു ക്രിസ്തു പറയാണ് ജീവനുള്ള പിതാവ്. അത് യോഹന്നാൻ ലൈവിൽ ഓഡിയോ കട്ടായിരുന്നു. യോഹന്നാൻ 6:57 യേശു പറയുകയാണ്, ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എന്ത് ചെയ്യും? എൻ മൂലം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വളരെ ശക്തമായ വാക്യമാണ് ഇത്. നമ്മൾ പിതാവ് മുഖാന്തരം ഈ ഹിൽഷമിൽ ജീവിക്കാൻ വേണ്ടി പോവുക. നമ്മൾ പിതാവ് മുഖാന്തരം ഈസ്റ്റ് മോണിൽ ജീവിക്കാൻ വേണ്ടി പോകുക. നമ്മൾ പിതാവ് മുഖാന്തരം ലോകത്തിൽ ജീവിക്കാൻ വേണ്ടി പോകുക. അപ്പോൾ യേശു പറയുന്ന ജീവൻ, യേശു പറയുകയാണ്, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അനോയിന്റ് ചെയ്തിരിക്കുകയാൽ, അഭിഷേകം ചെയ്തിരിക്കുകയാൽ. അടുത്ത വാക്ക് കേട്ടോണേ. അല്ലല്ല, അഭിഷേകം ചെയ്തിരിക്കുകയാൽ. ശ്രദ്ധിച്ച്, ആരുണ്ട്? ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ വന്നപ്പോൾ യേശു പറയാണ്, ഇങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നത്. പിതാവ് പുത്രനെ അയച്ചിട്ട് പുത്രൻ പിതാവ് മുഖാന്തരം എന്ത് ചെയ്യുക? ഹല്ലേലൂയ. അതിന്റെ യോഹന്നാൻ വായിക്കുന്ന വാക്യം യോഹന്നാൻ 6:63 പറയുന്നു. അത് വായിച്ചോട്ടെ. ജീവിപ്പിക്കുന്നത് ആരാണ്? കണ്ടോ, ജീവിപ്പിക്കുന്നത് ആരായിരുന്നു? അടുത്തത് മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഓ ഹല്ലേലൂയ. നിങ്ങൾ നോക്കി, ഞാനിപ്പോൾ പറഞ്ഞ വചനങ്ങൾ എന്താണ്? ഇതിനൊരു ആത്മാവുണ്ട്. നമ്മൾ പറഞ്ഞു വിടുന്ന വചനങ്ങൾ ഈ പട്ടണത്തിന്റെ മേൽ ജീവനായി മാറുകയാണ്. ഇതിൻ്റെ അകത്തൊരു അത്ഭുതകരമായ പ്രവൃത്തി ഉണ്ട്. അപ്പൊ ഇവിടെ നോക്കിക്കേ. അപ്പൊ പിതാവിന്റെ മൂലം യേശു എങ്ങനെ ജീവിക്കുന്നത്? പിതാവ് മൂലം യേശു ജീവിക്കുന്നത് ആത്മാവിലൂടെയാണ്. യേശു പറഞ്ഞു, കർത്താവിന്റെ സുവിശേഷം അറിയിക്കുവാൻ ദൈവം എന്നെ അഭിഷേകം ചെയ്തു. അഭിഷേകം എന്ന് പറഞ്ഞ ഒരു ചാലകമാണ്. നമുക്കറിയാം, നമ്മുടെ ഇരിക്കുന്ന മൊബൈൽ ഫോൺ അല്ല പോലീസുകാർ ഉപയോഗിക്കുന്നുണ്ടോ? അവർക്കൊരു വയർലെസ് ഉണ്ട് അല്ലേ? ഒരു വയർലെസ് കണക്ഷൻ. എന്തുകൊണ്ടാണ് നമ്മളെപ്പോലെ അവർ മൊബൈൽ ഉപയോഗിക്കാത്തത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിന്റെ കാരണം സീക്രട്ട് ആയിട്ടുള്ള പല കാര്യങ്ങളും ലീക്ക് ആകാതിരിക്കാൻ വേണ്ടി അവർ എന്ത് ചെയ്യുന്നു? വയർലെസ് ഉപയോഗിക്കുന്നു അല്ലേ? നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് റെക്കോർഡ് ചെയ്തെടുക്കുവാൻ. നമ്മുടെ മൊബൈൽ ഫോണിൽ ഏതെങ്കിലുമൊക്കെ ചാനലിലൂടെ എന്തൊക്കെ നിങ്ങൾ ആപ്പ് ഉപയോഗിച്ചാലും പോലീസുകാർ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ആ ഒരു എന്താ പറയുന്നത് വയർലെസിന്റെ ഒരു കണക്ഷൻ നമുക്ക് എന്ത് ചെയ്യത്തില്ല, കിട്ടത്തില്ല. സീക്രട്ടായിട്ട് കൈമാറാൻ വേണ്ടിയാണ് വയർലെസ്. എന്താണ് അഭിഷേകം എന്ന് ചോദിച്ചാൽ, നിങ്ങളോട് വ്യക്തിപരമായി ദൈവത്തിന് മിണ്ടണം.
വ്യക്തിപരമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഒരാളും അറിയാതെ, പിശാച് അറിയാതെ, ലോകമറിയാതെ ദൈവം വ്യത്യസ്തമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നതിന്റെ പേരാണ് അനോയിന്റിങ്. ദൈവം സെപ്പറേറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നു? നമ്മളെ അഭിഷേകം ചെയ്യുന്നു. നോക്കിക്കോണേ, അഭിഷേകം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾ നോക്കിക്കേ, അഭിഷേകം എന്നൊരു വാക്ക് എവിടെയൊക്കെ വന്നിട്ടുണ്ടോ? ഞാൻ കുറച്ച് വാക്ക് ഇന്ന് എടുക്കുവാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 5-6 ഒന്ന് വായിക്കാവോ? ന്യായാധിപന്മാർ 14-ാം അധ്യായത്തിന്റെ 5-6 വായിക്കുമെന്ന് വായിക്കാവോ? 14-5 ഒന്നെടുത്തേ. നിങ്ങളിവിടെ ശ്രദ്ധിച്ചോണേ, ഒരു സിംഹം അലറി വരുമ്പോൾ ശിംശോന്റെ മേൽ എന്ത് ചെയ്യുവാണ്? ഒരാത്മാവ്. അപ്പൊ പരിശുദ്ധാത്മാവ് സഡൻ ആയിട്ട് വന്നു. കേട്ടോണേ, എന്ത് സംഭവിച്ചവിടെ? യഹോവയുടെ ആത്മാവ് വന്നിട്ട് നിങ്ങൾ നോക്കിക്കോ, ഒരു സിംഹത്തിന്റെ മുമ്പിൽ പെട്ടുപോയ ശിംശോൻ, ഉറപ്പായിട്ടും ശിംശോനെ ഈ സിംഹം എന്ത് ചെയ്യും? ശ്രദ്ധിച്ചേ. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 5. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം, ജഡ്ജസ് ആണ്, 14-5. നോക്കിക്കേ, നിങ്ങളിവിടെ ശ്രദ്ധിച്ച് നോക്കിയോണേ. അഭിഷേകം, ദൈവത്തിന്റെ ഒരു പ്ലാൻ നിങ്ങളുടെ മേലുണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചോണേ. ഇവിടെ ശിംശോൻ എന്ത് ചെയ്തു? വലിയൊരു പ്രതികൂലത്തിന്റെ അകത്ത് പോവാണ്. തന്റെ നേരെ ഒരു സിംഹം വരിക. ഉടനെ ആരിറങ്ങി വന്നു? പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ഒരായുധവും ഇല്ലാതെ എന്ത് ചെയ്തു? വായിച്ച് ഉറക്കെ വായിച്ച്. കയ്യിൽ ഒരു ആയുധം ഇല്ലാതെ, ആ വാക്യം വായിച്ചു. വായിച്ചു. കണ്ടോ, അതിനെ കീറിക്കളഞ്ഞൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ നമ്മുടെ മുമ്പിൽ വരുന്ന പ്രതികൂലങ്ങളെ പരിശുദ്ധാത്മാവ് ഈസി ആയിട്ട് എന്ത് ചെയ്യും? കണ്ടോ, ഈസി ആയിട്ട് കീറിക്കളയും. ശ്രദ്ധിച്ചോണേ. അപ്പൊ ഇപ്പൊ നിങ്ങൾ നോക്കിക്കോണേ, ഇനി ശിംശോൻ ആ സിംഹത്തെ കീറിയെന്നിരിക്കട്ടെ, ബെന്നി ബദർ അതിലെ പാസ് ചെയ്ത് പോവാ. നോക്കിക്കേ, ബെന്നി ബദർ നോക്കുമ്പോ ആരാ സിംഹത്തെ കീറിയിരിക്കുന്നത്? ശിംശോൻ. ശരിക്കും പറഞ്ഞ ആരാ കീറിയത്? ഉറക്കെ പറ, ആരാ കീറിയത്? അവന്റെ മേലുള്ള പരിശുദ്ധാത്മാവാണ് കീറിയത്. പക്ഷെ ബെന്നി ബ്രദർ കാണുമ്പോൾ എന്താണ്? ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇതാണ് ദൈവിക ശുശ്രൂഷ. പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയാണിത്. പരിശുദ്ധാത്മാവാണ് അത്ഭുതങ്ങൾ ചെയ്യുന്നത്. പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ ലോകം കാണുന്നത് നിങ്ങളെയാ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇനി യേശു പറഞ്ഞ വാക്ക് നോക്കിക്കോണേ, പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പുത്രൻ മുഖാന്തരം എന്ത് ചെയ്യുക? ജീവിക്കുക. അങ്ങനെങ്കിൽ ലാസറിനെ ഉയർപ്പിച്ചത് ആരാ? പിതാവ് ഉയർപ്പിച്ചു. എങ്ങനെ ഉയർപ്പിച്ചു? പരിശുദ്ധാത്മാവിലൂടെ യേശു എന്ന ശരീരത്തിൽ എന്ത് ചെയ്തു? അത് വെളിപ്പെട്ടു വന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതുകൊണ്ടാണ് പലപ്പോഴും യേശു ചെയ്ത അത്ഭുതങ്ങൾ ഓടിപ്പോയി ആൾക്കാർ പറയാൻ നിൽക്കുക. ഉടനെ യേശു എന്നാ പറഞ്ഞു? ആരോടും. കാര്യം എന്തുവാ? അവർ പോയിട്ട് എന്നാ പറയാൻ വേണ്ടി പോകുന്നത്? യേശു ചെയ്തു. യേശു എന്നെ പഠിപ്പിച്ചത് പിതാവിനാണ് മഹത്വം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ എന്തിനായി? ഞാൻ പലപ്പോഴും ഓർത്ത്, കർത്താവ് എന്തുകൊണ്ടാണ് യേശു പലപ്പോഴും യേശു അല്ലേ ചെയ്തത്? യേശുവിന്റെ നാമത്തിനാണല്ലോ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് യേശു ഇത് പഠിപ്പിക്കുന്നത് അറിയാവോ? യേശു മനുഷ്യന് ഒരു ഉദാഹരണമാണ്. ഒരു വിശ്വാസിയായ മനുഷ്യൻ, ഒരു പുത്രനായ മനുഷ്യൻ ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിന്റെ എക്സാമ്പിൾ ആണ് യേശു. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. യേശു ജഡത്തിലുള്ള ആളല്ല, യേശു ആത്മാവാകുന്നു. ആത്മാവായ ദൈവം മനുഷ്യന്റെ രൂപത്തിൽ, പുത്രന്റെ രൂപത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എന്താണെന്നറിയാവോ? അനേക പുത്രന്മാർക്കൊരു മോഡലാണ് യേശു. ഇപ്പൊ ലിനിയാൻഡി പറയാണ് യേശുവിന്റെ നാമത്തിൽ രോഗിയെ സൗഖ്യം. ഞാൻ പറയൂ, ലിനിയാൻഡി സൗഖ്യമാക്കി എന്ന് പറയുമ്പോൾ ലിനിയാൻ എന്നാ പറയും? കർത്താവ്. ഇത് തന്നെ യേശു ഉദ്ദേശിച്ചത്. പക്ഷെ ശിഷ്യന്മാർ പോയിപ്പോൾ എന്ത് ചെയ്യും? യേശു സൗഖ്യമാക്കും എന്ന് പറയും. യേശു തന്നെയാണ് വിടുവിക്കുന്നത്. പക്ഷെ ആ സമയത്ത് യേശുവിന് മനസ്സിലായി പിതാവിനാണ് മഹത്വം പോകേണ്ടത്. ഇപ്പൊ നിങ്ങളിലൂടെ ഓരോ അത്ഭുതങ്ങൾ വെളിപ്പെടുമ്പോഴും ഒരു കാര്യം ഉറപ്പിച്ചോണം, യേശു പറഞ്ഞു, ഞാൻ മുഖാന്തരം പിതാവിന്റെ നാമം മഹത്വപ്പെടുക എത്ര ചെയ്യുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ നോക്കിക്കേ, അപ്പൊ ശിംശോൻ സിംഹത്തെ കീറിയെന്ന് നോക്കിക്കേ, ശിംശോൻ സിംഹത്തെ കീറിയെന്ന് ബെന്നി ബ്രദർ പറയുമ്പോൾ നോക്കിക്കേ, ബൈബിള് പറയുന്നു ശിംശോൻ അല്ല, പരിശുദ്ധാത്മാവാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ അഭിഷേകം എവിടെയുണ്ടോ അവിടെ ആരുണ്ട്? ഇനി ശ്രദ്ധിച്ച് കേട്ടോണേ, നിങ്ങളുടെ അഭിഷേകത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരാളുണ്ട്. മറന്നു പോകരുത്. ഈ അഭിഷേകത്തെ നിയന്ത്രിക്കുന്ന ഒരാളുണ്ട്. ഈ നിയന്ത്രിക്കുന്ന ആൾ തീരുമാനിക്കും എങ്ങനെ ചെയ്യണമെന്ന്.
ഈ ശിംശോനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ അറിയാം, ശിംശോൻ പറയുന്ന മനുഷ്യൻ ഒരു അനുസരണം ഇല്ലാത്ത ആളായിരുന്നു. ദൈവം എന്തെല്ലാം പറഞ്ഞോ അതൊക്കെ തിരസ്കരിച്ച ആളാണ്. നോക്കിയേ, ഇനി പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 16 വായിക്കാൻ വേണ്ടി പറയാം. മർക്കോസിൻ്റെ 16:16. മർക്കോസിന്റെ 16. അടുത്തത് നമ്മളെപ്പോഴും പറയുന്ന വാക്യല്ല, വിശ്വസിക്കുന്നവരാൽ. ഞാൻ അതിന്റെ വേറെ ഗ്രീക്ക് വേഷം നോക്കിയ സമയത്ത് അതിന്റെ വാക്ക് കൊടുത്തേക്കുന്നത് അക്കമ്പനി എന്നൊരു വാക്ക്, നെറ്റ് എന്ന് പറയുന്ന ഒരു വേർഷൻ്റെ അത് കൊടുത്തേക്കുന്ന വാക്ക് ഇതാണ്, ദീസ് സൈൻ വിൽ അക്കമ്പനി ദോസ് ഹു ബിലീവ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നമുക്കറിയാം അക്കമ്പനി ചെയ്യാന്ന് പറയുന്നതിന്റെ അർത്ഥം എന്തുവാ? കൂടെ. ഇപ്പം പറയാം, നമ്മുടെ ഡേവിഡ് ബ്രദർ വർഷിപ്പ് ചെയ്യുമ്പോൾ കൂടെ ആരൊക്കെ ചെയ്യാറുണ്ട്? ജോസൊക്കെ ചെയ്യാറുണ്ട്, ഡെബോറ ചെയ്യാറുണ്ട്, ചില സമയത്ത് ജോഷുവയും റോണലും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? വന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം എന്ത് ചെയ്യുക? അക്കമ്പനി ചെയ്യുക, അല്ലേ? കൂടെ ചെയ്യുക. അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടെ ഓർഗണൊക്കെ വെച്ച് രണ്ടുപേരും കൂടെ പാടാനുണ്ടെങ്കിൽ കുറച്ചും കൂടെ എന്താണ്, ഇപ്പോഴും നന്നായിട്ട് ചെയ്യുന്നുണ്ട് എങ്കിലും അത് കുറച്ചും കൂടെ കമ്പനിയായിട്ട് അവർ ചെയ്യും, അല്ലേ? ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇതേപോലെ പരിശുദ്ധാത്മാവിനൊരു കമ്പനി വേണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പരിശുദ്ധാത്മാവിന്റെ കമ്പനിയാണ് നിങ്ങൾ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഇപ്പം ഞാൻ ലിനിയാണ്ട് തമ്മിലൊരു സ്ഥലത്തോട്ട് പോവാ, എനിക്ക് ലിനിയാണ്ടോട് ഭയങ്കര പിണക്ക് വന്നിരിക്കട്ടെ, ആ യാത്ര എങ്ങനെയായിരിക്കും? ഒരു വർത്താനവും ഇല്ലാതെ ലിനിയാണ്ട് ചായ കുടിക്കാൻ വേണ്ടി കയറും, ഞങ്ങൾ തമ്മിൽ നല്ല പിണക്കമാണ്, എനിക്ക് നല്ല വിശപ്പുണ്ട്. പക്ഷെ ലിനിയാണ്ട് പറയും തന്നെ പോയിട്ട് എന്ത് ചെയ്യും, ഞാൻ ഫോൺ ചെയ്തിട്ട് ഇടാന്നുകൊണ്ട് പോയി ചുമ്മാ പറഞ്ഞു. അപ്പോൾ അവിടെ പിണക്കമുള്ളപ്പോൾ എന്ത് സംഭവിക്കും? ഗ്യാപ്പ് ഉണ്ടാവും, അല്ലേ? ഗ്യാപ്പ് ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ? 2 തീരുമാനങ്ങൾ ഉണ്ടാവും. ഈ 2 തീരുമാനം ഉണ്ടാകുമ്പോൾ ആ പോകുന്ന യാത്ര സഫലമാകത്തില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇതേപോലെ പല വിശ്വാസികളുടെയും ജീവിതത്തിൽ ഭയങ്കരമായ ഫലം ഉണ്ടാകാത്തതിന്റെ കാരണം പരിശുദ്ധാത്മാവിന്റെ പ്ലാനിലല്ല പോകുന്നത്. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശ്രദ്ധിച്ച്, പരിശുദ്ധാത്മാവിന്റെ പ്ലാനിലല്ല നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങളുടെ പോക്ക് ഫലത്തിലേക്കല്ല. ഒരു സ്തോത്രം പറഞ്ഞു. ഇവിടെ നോക്കിക്കേ, യേശു പറഞ്ഞ വാക്കുണ്ട്, പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പുത്രൻ മുഖാന്തരം, ഞാൻ പറഞ്ഞോളാം 57-ാം വാക്യം, ഞാൻ പുത്രൻ മുഖാന്തരം എന്ത് ചെയ്യാണ്? ജീവിക്കുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇനി നോക്കിക്കേ, ശിംശോൻ ഒരു വിഷയം വന്നപ്പോൾ ആരിടപെട്ടു? ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതിന്റെ കാരണം ശിംശോന്റെ കൂടെ പ്രവർത്തിക്കുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ശിംശോനെ നീ തീരാൻ പറ്റത്തില്ല, നിന്നെ ശൃംഖത്തിന് തീർക്കാൻ കഴിയത്തില്ല, നിന്നെ പറ്റി ഒരു പദ്ധതി ഉണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ പണ്ട് കോട്ടയത്ത് ഞങ്ങൾ പ്രാർത്ഥന ആരംഭിക്കുന്ന സമയത്ത് ദൈവം ഒരു നിയോഗം തന്നു ഒരു സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി. ഞാൻ അനുസരിച്ച് കൊച്ചിനെ കുഴപ്പമില്ല, റോണൽ അല്ലെന്ന് നോക്കി അങ്ങോട്ട് പോയ സമയത്ത് ഞാനിങ്ങനെ ദൈവ നിയോഗത്താൽ ഞങ്ങൾ സ്ഥലത്തോട്ട് പോവാം. ആ പട്ടണത്തിലോട്ട് ചെല്ലുന്ന സമയത്ത് ഞങ്ങൾ നോട്ടീസ് ഉണ്ട്, എനിക്ക് വന്നൊരു 10-100 നോട്ടീസോളം അടിച്ചു, ചുമ്മാ ഒരു ഫോട്ടോ കോപ്പിയാണ് അടിച്ച് ഞങ്ങൾ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ പോവാം. കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ കുത്തനെ കയറ്റം, വലിയൊരു കുന്നുംപൊക്കത്താണിത്, വലിയൊരു ഒത്തിരി വീടുകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്, നിരന്ന വീട് അവിടെയുണ്ട്. അപ്പോൾ ഈ താഴം മുതൽ എൻ്റെ കൂടെ വന്നൊരു ബ്രദർ പറഞ്ഞു ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ 2 വ്യക്തി കൊടുത്ത സമയത്ത് പെട്ടെന്ന് എൻ്റെ ഉള്ളത് പരിശുദ്ധാത്മാവ് തിരിച്ചു മേടിക്കാൻ പറഞ്ഞു. 4 ചോദിക്കാൻ നോട്ടീസ് കൊടുത്തിട്ട് തിരിച്ചു മേടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വളരെ സങ്കടത്തോടെ ആ വ്യക്തിയോട് അപ്പോൾ എന്നോട് കൊടുത്ത ബ്രദർ പറഞ്ഞു, ബ്രദർ എനിക്ക് പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, ഒന്ന് തരാമോ എന്ന് ചോദിച്ചു. അത് മേടിച്ചിട്ട് പറഞ്ഞു, നേരെ ചെല്ലുമ്പോൾ ആദ്യം കാണുന്ന വ്യക്തിക്ക് എന്ത് ചെയ്യണം? കൊടുക്കണം. അപ്പോൾ ഞാനത് മേടിച്ചപ്പോൾ എൻ്റെ കൂടെയുള്ള സഹോദരന്മാരെല്ലാം വല്ലാതെ അങ്ങ് സങ്കടവും വല്ലാതെ എന്തുവായി ബ്രദർ കാണിക്കുന്ന ഒരു ഇതൊക്കെ വന്നു. ചോദിച്ചില്ല ആരും. ഞങ്ങൾ നേരെ മുന്നോട്ട് പോകുമ്പോഴേക്കും ഒരു അപ്പച്ചൻ അവിടെ നിൽക്കുക, ഒരു 55-60 വയസ്സുള്ള അപ്പച്ചൻ നിൽക്കുക. ഈ വ്യക്തിക്ക് നോട്ടീസ് കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഈ വ്യക്തിക്ക് ഈ വ്യക്തിക്കല്ല, അവിടെ ഒരു ആൻറ്റി നിൽക്കുക വെള്ളം എടുക്കാൻ വേണ്ടി. ഈ വ്യക്തിക്ക് നോട്ടീസ് കൊടുത്ത ഉടനെ ഈ വ്യക്തി പ്രാർത്ഥന ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളൊരു യൂത്തിൻ്റെ പ്രെയറാണ്, എല്ലായിടത്തും നോട്ടീസ് കൊടുക്കുവാണ്. ഇത് മേടിച്ച ഉടനെ പെട്ടെന്ന് ഈ നോട്ടീസ് മേടിച്ചുകൊണ്ട് ഈ ആൻറ്റി നേരെ ഒരു വീട്ടിൽ പോയി. അവരുടെ വീടാണത്. അവിടെ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. ആ ദൈവദാസനെ ഞങ്ങളെ പരിചയപ്പെടുത്തി. ഒറ്റയടിക്ക് ആ ബ്രദർ പറയുകയാണ്, നിങ്ങൾക്ക് പ്രാർത്ഥന ഇവിടെ ക്രമീകരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ മുറ്റത്ത് വന്നേക്കാം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കണ്ടോ, ആ മുറ്റം ഒരു പ്രാർത്ഥന കൂട്ടായ്മ സ്ഥലമായിട്ട് ഒരു മുറ്റമാണ്. ആ മുറ്റത്തോട് ഞങ്ങൾ എന്ത് ചെയ്തു, അപ്പുറത്ത് ഇവിടുന്നെല്ലാം കുറേ കസേരയൊക്കെ മേടിച്ച് അവിടെ എല്ലാ വീട്ടിലും പിന്നീട് നോട്ടീസ് എല്ലാം കൊടുത്ത് കുറച്ച് പേര് അവിടെ വന്നു. ആ കുറച്ച് പേര് അവിടെ വന്ന് പ്രാർത്ഥന ആരംഭിച്ചു. നമുക്ക് തോന്നുന്നത് പ്രാർത്ഥനയുടെ തുടക്കം അവിടെയായിരുന്നു, ശുശ്രൂഷയുടെ തുടക്കം. നീണ്ട 7 വർഷം അവിടെ തന്നെ എന്ത് ചെയ്തു, നിന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതിനുശേഷം ആ വീട്ടിൽ നിന്ന് ചില കാരണങ്ങളാൽ അവിടെ നിന്ന് മാറി മീറ്റിംഗ് അവസാനിപ്പിക്കുന്ന സംഭവം വന്നപ്പോഴാണ് അവിടെ ഒരു ഭവനത്തിലേക്ക്, ആ മീറ്റിങ്ങിലേക്ക് മാറാൻ ഇടയായി തീർന്നു. പിന്നെ ആ ഭവനത്തിൽ കുറേ നാൾ എന്ത് ചെയ്തു, അവിടെ നിന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ എൻ്റെ കൂടെയുള്ള പല സഹോദരന്മാരും പയ്യെ ജോലിക്കായിട്ട് മറ്റു തിരക്കിലുമൊക്കെ അവരങ്ങ് ബിസി ആയിട്ട് പോയി. ഒരു ബ്രദർ എന്നോട് പറഞ്ഞൊരു വാക്ക് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ബ്രദറെ ഇവിടെ നിന്നുകൊണ്ട് ഒരു ഫലവും കായ്ക്കത്തില്ല. ഒരു ബ്രദറെ
ഇവിടെ നിന്നുകൊണ്ട് ഒരു ബലവും കായ്ക്കത്തില്ല. എന്നോട് പറഞ്ഞു ഞാൻ ഇനി അങ്ങോട്ട് വരുന്നില്ല എന്ന് ഒരു ബ്രദറിനോട് തുറന്നു പറഞ്ഞു. പിന്നീട് അദ്ദേഹം വന്നിട്ടുമില്ല കേട്ടോ. അദ്ദേഹം പറഞ്ഞു ഞാൻ ഇനി അങ്ങോട്ട് വരുന്നില്ല, എനിക്കിവിടെ നിന്നിട്ട് ഇവിടെ അടുത്ത് പോയി പ്രവചനം പറഞ്ഞിട്ടൊന്നും വളരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് അദ്ദേഹം ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു അദ്ദേഹം അങ്ങ് പോയി. പക്ഷെ എൻ്റെ ഉള്ളത്തിൽ അത് പറഞ്ഞു, നമുക്ക് ദൈവ നിയോഗത്തിൻ്റെ അകത്താണെങ്കിൽ ദൈവം ഒരു സന്തോഷം തരും. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അവിടെ. ഞങ്ങൾ ആ വീട്ടിൽ 6-7 വർഷത്തോളം പ്രാർത്ഥന വെച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഭയങ്കരമായ ഒരു ആത്മാവിൻ്റെ സന്തോഷം, ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. വലിയ കൂട്ടമായി വീട് നിറച്ചും കർത്താവ് ആത്മാക്കളെ തന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ദൈവം ഒരു നിയോഗം തന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ ഒരു നോട്ടീസ് കൊടുക്കുന്നതിൽ പോലും പരിശുദ്ധാത്മാവിന് ചില നിർബന്ധങ്ങൾ കൊടുത്തത് തിരിച്ച് മേടിക്കാൻ പറഞ്ഞു. കണ്ടോ, ആദ്യം കൊടുക്കേണ്ട ആള് നേരെ നിപ്പുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആ വ്യക്തി നിങ്ങൾ എന്ത് ചെയ്യും? ആ വീട്ടിൽ കൊണ്ടുവന്ന് പറഞ്ഞൊന്നുമില്ല പരിശുദ്ധാത്മാവ്, ആ വ്യക്തി അങ്ങോട്ട് കൊണ്ടുപോയി ആ വീട്ടിലൊരു പ്രാർത്ഥന മുറ്റത്ത് മീറ്റിംഗ് ആദ്യം ആരംഭിക്കുന്ന അവിടെയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പം ഇവിടെ എന്താണ് ആശയം? പരിശുദ്ധാത്മാവ് എന്ന് അഭിഷേകം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നതാണ് അഭിഷേകം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിന് ഫെലിസ്ത്യ സൈന്യത്തെ, നമുക്കറിയാം ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ശിംശോന്റെ കാലഘട്ടത്തിൽ ഫെലിസ്ത്യൻ ഇസ്രായേൽ മക്കളെ മൊത്തം അടക്കി വാഴുക. ഇവരെ പുറത്ത് കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവിന് ശിംശോന്റെ ബോഡി വേണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ പറയുന്നു, ഹിൽഷാമിൽ, ഈ ദേശത്ത്, UK-യിൽ അനേകരെ വിടുവിക്കുവാൻ പരിശുദ്ധാത്മാവിന് ഒരു ബോഡി ആവശ്യമാണ്. ആ ബോഡിയാണ് നിങ്ങളുടെ ബോഡി. പക്ഷെ ഒരു കാര്യം, പരിശുദ്ധാത്മാവിന്റെ സ്വഭാവവുമായിട്ട് ചേരണം. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ ശുശ്രൂഷ എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഒരു ബ്രദർ ഇങ്ങനെ പറയുന്നത്, അദ്ദേഹത്തിന്റെ സ്ഥലമോ മറ്റോ വീടോ ഒക്കെ വിറ്റിട്ട് അദ്ദേഹം കൺവെൻഷൻ നടത്തിയെന്ന് പറഞ്ഞു ദൈവത്തിന് വേണ്ടി. ഇപ്പം അദ്ദേഹത്തിന് വീടില്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇങ്ങോട്ട് നോക്കാവോ, ദൈവത്തിന്റെ കാശുണ്ടോ എന്നോട് പറ, ഉറപ്പാണോ? ഇന്നലെ ഞാൻ എനിക്ക് വന്നത് ഒരു ദേവദാസന്റെ മെസ്സേജ് കേട്ടപ്പോൾ അദ്ദേഹം പറയും, UK വന്ന സമയത്ത് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തോട് ഇങ്ങനെ ഇടപെട്ടു. പരിശുദ്ധാത്മാവ് ഒരു സഭയിൽ വെച്ച് ഇടപെട്ടു. ദൈവം നമുക്കൊരു സഭ തരാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു. കർത്താവ് നമുക്ക് സ്നാനക്കുളമുള്ള സഭ തരാൻ വേണ്ടി പോവാന്ന് ദൈവദാസനിലൂടെ ഇടപെട്ടു. അദ്ദേഹം നാട്ടിൽ പോയിട്ട് 2 തിരിച്ചു വന്നപ്പോഴേക്കും അദ്ദേഹം പറയാണ്, ഞാനിപ്പോൾ അവിടെ സ്നാനപ്പെടുത്തി ഈ UK-യിൽ ഒരു ചർച്ചുകാർ ഫ്രീ ആയിട്ട് 1 മില്യൺ എന്തോ ഒരു ചർച്ച് ഫ്രീ ആയിട്ട് കൊടുത്തു. 44,000 പൗണ്ട് മെയിൻ്റനൻസിന് കൊടുത്തു. ഒരു ചർച്ച് ഫ്രീ ആയിട്ട് കൊടുത്തു, സ്നാനക്കുളമുള്ള ചർച്ച് കൊടുത്തു, ഫ്രീ ആയിട്ട് കൊടുത്തു. 44,000 പൗണ്ട് മെയിൻ്റനൻസിന് സൗജന്യമായിട്ട് കൊടുത്തു. ഇങ്ങോട്ട് നോക്കിക്കേ, പരിശുദ്ധാത്മാവിൻ്റെ കാശുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ സഭയുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ ആൾക്കാരുണ്ടോ? ഉണ്ട്. നോക്കിക്കേ, പരിശുദ്ധാത്മാവിൻ്റെ കൂടെ വർക്ക് ചെയ്യാനാണ് നമ്മളെ വിളിച്ചേക്കുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, പരിശുദ്ധാത്മാവിൻ്റെ ശിംശോൻ തെറ്റിച്ചത് അതാ. ശിംശോനെ പറ്റിയുള്ള ദൈവത്തിന്റെ പ്ലാൻ ഫെലിസ്ത്യനെ പരാജയപ്പെടുത്താൻ വേണ്ടിയാണ് തമ്പുരാൻ ശിംശോന്റെ മേൽ വന്നത്. പക്ഷെ ശിംശോൻ തന്റെ ഇഷ്ടപ്രകാരം പൊക്കോണ്ടിരിക്കുക. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇനി നമുക്കൊരു വാക്യം ഒന്ന് വായിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിക്കാവോ? 10:6. പെട്ടെന്ന് വായിച്ചു. ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട്, ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് നീ അവരോടുകൂടെ പ്രവചിക്കും. നമ്മളിത് എപ്പോഴും എടുത്തിട്ടുള്ള വായിച്ചു. യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് നീയും അവരോടുകൂടെ പ്രവചിക്കുകയും ആൾ മാറിയതുപോലെ ആയിത്തീരുകയും. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണേ, നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നാരൊക്കെ വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത ഇനി കേട്ടോണേ, ദൈവത്തിന് ജാതികളോട് സംസാരിക്കണം, ലോകത്തോട് സംസാരിക്കണം, അനേകരോട് സംസാരിക്കണം. അതിന് ദൈവത്തിന്റെ ബോഡിയാണ് നിങ്ങളുടെ ശരീരം. നിങ്ങൾ പഴയ നിയമം വായിച്ചപ്പോൾ ഞാൻ ആ വാക്ക് നോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞായിരുന്നു. പെട്ടെന്ന് എന്ത് ചെയ്തു? അപ്പോൾ ശിംശോന്റെ മേൽ ആര് വന്നു? യഹോവയുടെ ആത്മാവ് വന്നു. ഇവിടെ നോക്കി, ഇവിടെ ഒരു വാക്കോടെ കൊടുത്തിട്ടുണ്ട്, വായിച്ച നിന്റെ മേൽ എന്ത് വരും? യഹോവയുടെ ആത്മാവ് നിന്റെ മേൽ എന്ത് ചെയ്യും? ഞാൻ അധികം വാക്കി എടുക്കുന്നില്ല. ന്യായാധിപന്മാരുടെ പുസ്തകം 15-19 പറയുന്നുണ്ട്, പിന്നെയും അവന്റെ മേൽ ആത്മാവ് വന്നു, അവനെ കെട്ടിയിരിക്കുന്ന ചരട് ഒരു ചണനൂല് പോലെയായി അവനെ പൊട്ടിച്ചു എന്നൊരു വാക്യമുണ്ട്. ഒരു കാലല്ലേ പറഞ്ഞ്. ഇനി ശ്രദ്ധിച്ചോണേ, ഇനി വായിക്കുന്ന ആൾ മാത്രം എടുത്ത് വെച്ചോ, വേണം നോട്ട് ചെയ്യുവാണേ കുഴപ്പമില്ല. ശ്രദ്ധിച്ചോണേ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, പരിശുദ്ധാത്മാവിന്റെ ക്യാരക്ടറുമായിട്ട് നിങ്ങളുടെ ക്യാരക്ടർ ചേരുന്നു. ഇന്നലെ മുഴുവൻ ഞാൻ ഇന്നലെ ഇന്ന് പാഴ്സനേജ് ആയതുകൊണ്ട് അന്യഭാഷയാക്കാൻ വേണ്ടി ഇരുന്നായിരുന്നു.
പക്ഷെ ഇന്നലെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇത് ജനത്തോട് സംസാരിക്കണം, എന്നെപ്പറ്റി നീ സംസാരിക്കണം, ഞാൻ ആരാന്ന് സംസാരിക്കണം. അഭിഷേകം എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, അഭിഷേകം എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ദൈവം നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ ഒറ്റയ്ക്ക് വിടത്തില്ല. പരിശുദ്ധാത്മാവ് എന്ന ആത്മാവിലൂടെ ദൈവം പ്രവർത്തിക്കുകയാണ്. നോക്കിയേ, ഇനി ഈ ആത്മാവിന്റെ സ്വഭാവം, പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത നോക്കിയോണേ. ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നിട്ടുണ്ടെങ്കിൽ എന്നാ പ്രതികൂലം വന്നാലും സിംഹത്തെ പോലെ നിങ്ങൾ കീറിക്കളയും. ആരാ കീറുന്ന ശരിക്കും പറഞ്ഞ? ഓരൊക്കെ പറ. പരിശുദ്ധാത്മാവ് കീറും. പരിശുദ്ധാത്മാവ്. ഞാനിവിടെ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഷീബാസ് സംസാരിച്ചപ്പം, ഷീബാസ് കേൾക്കുന്നുണ്ടായിരിക്കും, ഷീബാസിനോട് പറഞ്ഞു, ആദ്യസ് പറയാ ഈ ട്രാൻസ്ലേഷനൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ബ്രദറെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാര്യം അവർ എന്നോട് ചോദിച്ചായിരുന്നു, ട്രാൻസ്ലേഷനും വെച്ചുകൊണ്ട് എങ്ങനെ വചനം മുന്നോട്ട് പോകുമെന്ന് ഓർത്ത. പക്ഷേ കഴിഞ്ഞ ദിവസം പറയുവാണ്, പ്രാർത്ഥനയ്ക്ക് വന്നവരൊക്കെ പറയുക ഇനി എപ്പോഴാണ് പ്രാർത്ഥനയെന്ന്. ഒരു ഹാലലി പറഞ്ഞാട്ടെ. അപ്പം ഞാൻ പറഞ്ഞു, സിസ്റ്ററെ, ഞാൻ ഈ വാക്കാണ് പറഞ്ഞത്, യേശു ശമരിയയിലും ഗലീലും ഒക്കെ പോയി നിന്നുകൊണ്ട് പറയുവാണ്, ഞാൻ ആ മശിക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പുറകെ വരുമോ? പത്രോസ് വരുമോ പുറകെ? പത്രോസ് ലീഗ വരുമോ? ഇല്ല. യോഹന്നാൻ വരുമോ? മത്തായി വരുമോ? ഇല്ല. യേശുവിൻ്റെ മേലുള്ള അഭിഷേകം അട്രാക്ട് ചെയ്യാൻ തുടങ്ങി. ഒന്നുകൂടെ ഞാൻ പറയാം, യേശുവിൻ്റെ അഭിഷേകം ആകർഷിക്കുവാൻ തുടങ്ങി. ആ അഭിഷേകമാണ് നോക്കിക്കുക, അതാണ് പിതാവ് ആകർഷിക്കാതെ ആരും പുത്രനിലേക്ക്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ പിതാവിന്റെ ആകർഷണം എന്തുവാ? അഭിഷേകം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു, സിസ്റ്ററെ, അഭിഷേകം പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ഞാൻ അവിടെ നിന്നുകൊണ്ട് മലയാളം പറഞ്ഞാലും എന്ത് ചെയ്യും? ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. മലയാളം പറഞ്ഞാലും ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇംഗ്ലീഷുകാരൻ മാനസാന്തരപ്പെടും. അപ്പൊ ചോദ്യം, അവർക്ക് ഇംഗ്ലീഷ് അറിയാവോ, മലയാളം അറിയാവോ? ഇല്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങളുടെ മേലുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു മൂളിപ്പാട്ട് പോലും ജനത്തെ പിടിപ്പിക്കാൻ തുടങ്ങും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അഭിഷേകത്തെ നമ്മൾ ബഹുമാനിക്കണം. ശ്രദ്ധിച്ചോണേ, എന്താണ് അഭിഷേകം എന്ന് പറഞ്ഞാൽ? ദൈവം നിങ്ങളിലൂടെ പ്രവർത്തിക്കുന്നു. ദൈവത്തിന് നിങ്ങളുടെ ബോഡി മതി, നിങ്ങളുടെ ആശയം വേണ്ട, നിങ്ങളുടെ പൈസ വേണ്ട, നിങ്ങളുടെ തീരുമാനം വേണ്ട, നിങ്ങളുടെ ഇഷ്ടം വേണ്ട. പരിശുദ്ധാത്മാവിന് ആവശ്യം അനുസരിക്കുന്ന ഒരു ശരീരമാണ്. എന്താണ് ഈ അനുസരണം എന്ന് പറഞ്ഞാൽ? ലൂക്കോസ് 4:1 വായിക്കുക. പെണ്ണിവേറെ നാളെ വാക്യം എടുത്തായിരുന്നു. വാക്യം ലൂക്കോസ് 4:1 വായിച്ചോ. ലൂക്കോസ് 4:1. നിങ്ങൾ നോക്കിക്കേ, യേശു ആത്മാവിൽ നിറഞ്ഞു. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മൾ ആത്മാവിൽ നിറയാറുണ്ടോ? നമുക്ക് എന്തുകൊണ്ടാണെന്നറിയാം പരിശുദ്ധാത്മാവിന്റെ തീരുമാനങ്ങൾ അറിയാൻ പറ്റാത്തത്? മനസ്സിലാകുന്നുണ്ടോ? എന്തുകൊണ്ടാണ് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ തീരുമാനം അറിയാൻ പറ്റാത്തത്? നമ്മൾ നിറയുന്നില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മൾ ആത്മാവിൽ നിറയുമ്പോൾ ഹോളി സ്പിരിറ്റ് നമ്മളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. യേശു ആത്മാവിൽ നിറയാൻ തുടങ്ങിയപ്പോൾ അടുത്ത വാക്യത്തിൽ പറഞ്ഞ പരിശുദ്ധാത്മാവ് എങ്ങോട്ട് കൊണ്ടുപോയി? എന്റെ ചോദ്യം, പരിശുദ്ധാത്മാവ് സംസാരിക്കുവോ? കണ്ടോ എന്തുകൊണ്ടാ പരിശുദ്ധാത്മാവിന്റെ ഒച്ച കേൾക്കാൻ പറ്റാത്തത്? ഈ നിറയുക എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്നറിയോ? നിറയുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഗ്ലാസിന്റെ അകത്ത് വെള്ളം നിറച്ചിട്ടുണ്ടോ? ഇല്ല. ഇതിനകത്ത് പകുതി വെള്ളമേ ഉള്ളൂ. അതിന്റെ അർത്ഥം എന്തോ? നമ്മൾ പകുതി ലോകവും പകുതി ദൈവത്തിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ദൈവത്തിൽ നിന്നുള്ളത് കേൾക്കാൻ കഴിയത്തില്ല. കൺഫ്യൂഷൻ ആയിപ്പോ. പല ചിന്തകൾ നമ്മൾ എന്ത് ചെയ്യും? യേശു നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്? കലങ്ങിപ്പോരുത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞു വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് എടുക്കണ്ട, അപ്പോസ്തലന്മാർ വരുമ്പോൾ ബൈബിൾ പറയുന്നവർ പേടിച്ചു വിറച്ചവരായിരുന്നു. യഹൂദനെ ഭയപ്പെട്ടാ വരുന്നത്. അവിടെ വന്ന് യെരുശലേമിൽ പെന്തക്കോസ്ത് പെരുന്നാൾ നടക്കുമ്പോൾ, ആഘോഷമൊക്കെ നടക്കുന്ന സമയത്ത് ഇവർ 120 പേര് മർക്കോസിന്റെ മാളിക മുറി കയറുന്നുണ്ട്. എന്ത് ചെയ്യാൻ തുടങ്ങി? ഇരുന്ന സമയത്ത് ആത്മാവിനാൽ അവർ എന്ത് ചെയ്തു? ആത്മാവിലാൽ നിറഞ്ഞപ്പം അവർ അന്യഭാഷ പറയാൻ തുടങ്ങി. അടുത്തത്, അന്യഭാഷ പറയാൻ തുടങ്ങിയപ്പോൾ ധൈര്യമില്ലാത്ത പത്രോസ് ധൈര്യത്തോടെ എണീറ്റെന്നോട് പറയുക, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചിരിക്കുന്നുവെന്ന് യഹൂദ ഗൃഹമൊക്കെയും കേൾക്കട്ടെ. ഉടനെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. കണ്ടോ? ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് സ്നാനപ്പെട്ടു. ഞാൻ ചോദിച്ചില്ല, പരിശുദ്ധാത്മാ വിചാരിച്ചാൽ എത്ര പേര് കയറും? എന്തുകൊണ്ട് പരിശുദ്ധാത്മാ വിചാരിക്കുന്നില്ല? ഈ അക്കമ്പനിയാണ് വിഷയം. 2 മനസ്സുള്ളവർ ഒരിക്കലും ചേരത്തില്ല. ഇരുമനസ്സുള്ളവൻ ദൈവത്തിൽ നിന്ന് വല്ലതും പ്രാപിക്കുമെന്ന് നിരൂപിക്കരുതെന്ന് യാക്കോബിന്റെ ലേഖനം പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ മനസ്സുമായിട്ട് ഞാൻ ചേരണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പണ്ട് ഞാനും കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് ഈ മിനിസ്ട്രിയുടെ വല്ലാത്തൊരു സ്റ്റേജിലൂടെ കടന്നു പോവുക.
അപ്പം ഞങ്ങൾ കുറേ വർഷമായിട്ട് എന്താ പറയുക ഒരു കമ്മ്യൂണിറ്റി ആയിട്ടോ ഒരു ചർച്ചുമായിട്ടോ ഒന്നും കണക്ഷൻ ഇല്ല. ദൈവാത്മാവ് അങ്ങനെ ഗൈഡ് ചെയ്തു. ഇതിൻ്റെ 10 വർഷമായിട്ട് ഒരു മിനിസ്ട്രിയുമായിട്ട് ചേരാതെ ഇങ്ങനെ നിൽക്കുക. എനിക്കൊരു സമയത്ത് എന്ത് ചെയ്യണം കർത്താവേ എന്നിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്, ഒരു ആത്മാവ് ഇടപെടലുമാണ്, ഞാൻ നിങ്ങളെ UK അയക്കാൻ വേണ്ടി പോവാം. ചോദിച്ചത് എന്തുവാ? കോട്ടയത്ത് എവിടെ പ്രാർത്ഥന തുടങ്ങണം, അല്ലെങ്കിൽ കേരളത്തിൽ എവിടെയാണ് ഞങ്ങൾ പോകേണ്ടത്? ചോദിച്ചത് എവിടെയാ? ഒരു ഹാലിൽ പറഞ്ഞാട്ടെ. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറയുമായിരുന്നു, നമ്മളിവിടെ വന്നത് പെട്ടെന്നൊരു പ്ലാൻ ചെയ്ത് വന്നതായിരുന്നെങ്കിൽ ടെൻഷൻ വന്നേനെ. ദൈവത്താൽ അയക്കപ്പെട്ടത് കൊണ്ട് ഒരു ഹാലിൽ പറഞ്ഞാട്ടെ. സിംഹം വന്നാൽ പരിശുദ്ധാത്മാവ് കീറിയിരിക്കും, പ്രതികൂലം വന്നാൽ പരിശുദ്ധാത്മാവ് കീറിയിരിക്കും, നിയമം വിരോധമായ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് റൈറ്റ് ടൈമിൽ കീറിയിരിക്കും. കാര്യം പരിശുദ്ധാത്മാവിന്റെ പ്ലാനിലാണ് വന്നതെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ പ്ലാനിലാ വന്നതെങ്കിൽ. ഇപ്പൊ മിനിസ്ട്രിയാണ് ചോദിച്ചത്, പക്ഷെ ജോലിക്ക് അയച്ചത്. അങ്ങനെയെങ്കിൽ യഥാർത്ഥ പ്ലാൻ എന്തോ ഇവിടെ വന്നതിന്റെ ഒരു ഹാലേലിയ പറഞ്ഞാട്ടെ. അപ്പം നമ്മൾ മാറിപ്പോകരുത് ഈ ലോകത്തിന്റെ ചിന്തകളാൽ. എന്ത് ചെയ്യരുത്. അപ്പം യേശു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. യേശു ആത്മാവിൽ നിറഞ്ഞ് എന്ത് ചെയ്തു? പരിശുദ്ധാത്മാ ഉടനെ എന്ത് ചെയ്തു? മരുഭൂമിയിലേക്ക് ഹോളി സ്പിരിറ്റ് ലീഡ് ചെയ്തു എന്നാണ് പറഞ്ഞത്. എങ്ങനെ ലീഡ് ചെയ്യും നമുക്കറിയാൻ പറ്റുമോ? ഇപ്പോൾ ബെന്നി ബദർ ഡ്രൈവ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളെല്ലാം ഡ്രൈവ് ചെയ്യുന്നവരല്ലേ, എങ്ങനെയാണ് നമ്മൾ ഇടത്തോട്ട് തിരിക്കുന്നത്? സ്റ്റിയറിംഗ് എന്ത് ചെയ്യും? തിരിക്കും. ഇപ്പം ഒരു സ്റ്റിയറിങ്ങിന് വർത്താനം പറയാൻ പറ്റുമോ? ഇല്ല. സ്റ്റിയറിങ്ങിന് നമ്മൾ എന്ത് ചെയ്യണം? തിരിക്കണം. യേശു ഗലീലയിലേക്ക് പോകാൻ വേണ്ടി ഇരിക്കുക. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് ലീഡ് ചെയ്തു. അതിൻ്റെ അർത്ഥം എന്തുവാ? യേശുവിന് സ്റ്റിയറിംഗ് ഉണ്ടോ? ഇല്ല. എങ്ങനെ ലീഡ് ചെയ്തത്? ബൈബിൾ പറയുന്നു, നീ പോകുമ്പോൾ വഴി ഇതാകുന്നെന്ന് ഞാൻ പറഞ്ഞു തരും, നീ ഇടത്തോട്ടോ വലത്തോട്ടോ പോകണമെന്ന് ഞാൻ പറഞ്ഞു തരുമെന്ന് ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? അപ്പൊ യേശുവിനോട് പരിശുദ്ധാത്മ പറഞ്ഞു, മോനെ നീ നേരെ മരുഭൂമിയിലേക്ക് പോ. കണ്ട, എന്തുകൊണ്ടാണ് നമുക്ക് കേൾക്കാൻ പറ്റാത്തത്? നിറയുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ആത്മാവിൽ നിറയുമ്പോൾ, നോക്കിക്കേ, ആത്മാവിൽ നിറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം വ്യക്തമായി കേൾക്കാൻ പറ്റും. ഒരു കാലല്ലേ പറഞ്ഞാട്ടെ. നോക്കി ആ വാക്യം ഒന്ന് വായിച്ച പിന്നെ പറ. യേശുവിനെ ആത്മാവ് എന്ത് ചെയ്തു? യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. അടുത്തത്, പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അത് കഴിഞ്ഞപ്പോൾ അവൻ വിശന്നു. നിങ്ങൾ നോക്കി, ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. പരിശുദ്ധാത്മാവ് ചില സമയത്ത് നമ്മളെ നടത്തും, ചില സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മളെ ഗൈഡ്, ചില സമയത്തല്ല, ഓൾ ടൈം പരിശുദ്ധാത്മാവ് നമ്മൾ എന്ത് ചെയ്യും? ലീഡ് ചെയ്യും. ഇനി ശ്രദ്ധിച്ചോണേ, ഈ ഒരു വാക്യം എടുക്കാവോ? യോഹന്നാൻ സ്ലീഹാടെ, ഞാൻ കുറച്ച് വാക്യം എടുക്കുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത്. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന് 20-ാം വാക്യം വായിക്കാവോ? 1 യോഹന്നാൻ 2:20. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന് 20-ാം വാക്യം പെട്ടെന്ന് എടുത്തു വായിച്ചോ. നിങ്ങളോ പരിശുദ്ധാത്മാവിൽ ഇനി ശ്രദ്ധിച്ചോണേ, നിങ്ങളോ പരിശുദ്ധ ആത്മാവിനാൽ എന്ത് ചെയ്തു? ഇനി കേട്ടോണേ, അഭിഷേകം പ്രാപിച്ചു. സകലവും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറയായിരുന്നു, എല്ലാവരോടും നമുക്ക് കർത്താവിൻ്റെ നാമത്തിൽ ദൈവിക ആലോചന പറയാൻ പറ്റും. ദൈവം ചിലപ്പോൾ നമ്മളെ ദൈവം സംസാരിക്കും, അല്ലാതെ നമുക്ക് എല്ലാവരെയും വിവേചിക്കാൻ പറ്റും. പ്രവചനം വേറെ, വിവേചനം വേറെ. കാര്യം പരിശുദ്ധാത്മാവൻ പറഞ്ഞു, ആത്മാവിനാൽ വായിച്ചേ ആ വാക്യം വായിച്ചേ. നിങ്ങളോ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ചു. സകലവും നമുക്ക് അറിയാൻ പറ്റും. ഒരു ഹാലിൽ പറഞ്ഞാട്ടെ, എന്ത് സംഭവിക്കാൻ വേണ്ടി പോകും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഞാൻ പ്രവചനമല്ല പറയുന്നത്, ഡിസേണിംഗ് സ്പിരിറ്റിനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. വായിച്ചേ. ഇനി 27 ആ വാക്യം വെച്ചിട്ട് 20 വായിച്ചിട്ട് 27 വെച്ച് പെട്ടെന്ന്. അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ഈ വാക്ക് ശ്രദ്ധിച്ചോണേ, അഭിഷേകം എന്ത് ചെയ്യുന്നു? അപ്പൊ എന്റെ ചോദ്യം, അഭിഷേകം ഒരു വ്യക്തിയാണോ? കണ്ടോ, നമ്മൾ പറയാം അഭിഷേകം 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 എന്ന് പറയത്തില്ലേ? എന്റെ ചോദ്യം, അഭിഷേകം ഒരു സാധനമാണോ വ്യക്തിയാണോ? കണ്ടോ, ഈ വ്യക്തി എന്ത് ചെയ്യുന്നു? ഈ അഭിഷേകം എന്നുള്ള വാക്ക് ബ്രാക്കറ്റിലേക്ക് പോവാണേ. ഈ വ്യക്തി എവിടെ വസിക്കുന്നു? അടുത്ത വായിച്ചേ. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അതിന്റെ അർത്ഥം അവന്റെ അഭിഷേകം തന്നെ നിങ്ങളെ. ഇനി അഭിഷേകം എന്നുള്ള വാക്ക് വേണ്ട, പകരം ആത്മാവ്. നിങ്ങൾക്ക് സകലവും ഉപദേശിക്കും. കണ്ടോ, അപ്പൊ ഈ അഭിഷേകം ദൈവം തന്നതിന്റെ അകത്തെ കാരണം നിങ്ങളെ ഉപദേശിക്കാൻ വേണ്ടിയാ, നിങ്ങളെ ലീഡ് ചെയ്യാൻ വേണ്ടിയാ. ഈ അഭിഷേകം എന്നുള്ള വാക്ക് ഞാൻ മാറ്റി പറയുവാണേ, ആത്മാവ്. അഭിഷേകം എന്ന് പറഞ്ഞാൽ
ആത്മാവ്. പരിശുദ്ധാത്മാവിന്റെ വരവിനെയും പരിശുദ്ധാത്മാവിന്റെ കവറിങ്ങിനെയും പരിശുദ്ധാത്മാവിന്റെ അപ്പോയിന്റ്മെന്റിനെയും പറയുന്നതാണ് അഭിഷേകം എന്ന് പറയുന്നത്. ഒരു ഹാലലി പറഞ്ഞാട്ടെ. അപ്പൊ അഭിഷേകം നിങ്ങളുടെ അകത്ത് വന്നെങ്കിൽ ആത്മാവ് നിങ്ങളുടെ അകത്ത് വന്നു. ഞാൻ ആദ്യം പറഞ്ഞു, ശിംശോന്റെ മേൽ പെട്ടെന്ന് എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവ് നമ്മുടെ മേലോ അഭിഷേകം വസിക്കുന്നു. കണ്ടോ? നമ്മുടെ അകത്ത് വസിക്കുന്നു, ശിംശോന്റെ മേൽ വരുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മുടെ അകത്ത് 24 മണിക്കൂറും വസിക്കുന്നു. അതിനർത്ഥം ശിംശോന്റെ വിളി അല്ല നമ്മുടെ വിളി. ശിംശോന്റെ വിളിയല്ല നമ്മുടെ വിളി. അനേകരെ 24 മണിക്കൂറും. ഞാൻ ഒന്നുകൂടെ പറയാവേ. ഒന്ന്, പാപമുള്ള കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് ആരുടെ മേലും എന്ത് ചെയ്തില്ല? വസിച്ചില്ല. എടുക്കണ്ട, യോഹന്നാൻ സ്നാപകൻ കൊടുത്ത ഒരൊറ്റ വാക്കാണ്, യേശുവിനെ എങ്ങനെ അറിയാൻ പറ്റും? യോഹന്നാൻ സ്നാപകനും യേശുവും തമ്മിൽ നല്ല ബന്ധമുണ്ട്. നമുക്കറിയാം, ഒരു കസിൻസ് ആയിരുന്നു. പക്ഷെ യേശുവിനെ പെട്ടെന്ന് എങ്ങനെ മനസ്സിലായെന്നറിയാം? ഒറ്റ നിയോഗം പറഞ്ഞു, ആരുടെ മേൽ ആത്മാവ് വരികയോ വസിക്കുന്നത് നീ കാണുവോ, അതാ ദൈവപുത്രൻ. അപ്പൊ ഒത്തിരി വരുന്നവരുണ്ട് ആ കാലത്തിൽ, പ്രവചകന്മാരുണ്ട്, പുരോഹിതന്മാർ, അവർക്കെല്ലാം വന്നും പോയി നിൽക്കുക. പക്ഷെ ആരാണോ വസിക്കുന്നത് കാണുന്നത്? അപ്പൊ എങ്ങനെ മനസ്സിലായി പരിശുദ്ധാത്മാവ് വസിക്കുന്നു എന്ന്? ഒന്ന് പറ. യോഹന്നാൻ എങ്ങനെ മനസ്സിലായി പരിശുദ്ധാത്മാവ് വസിക്കുന്നു എന്ന്? ഒരു സൈനാണ് പറയുന്നത്, ആരുടെ മേൽ പരിശുദ്ധാത്മാവ് വരികയും ആരുടെ മേൽ പരിശുദ്ധാത്മാവ് വസിക്കുകയും ചെയ്യുന്നത് നീ കാണുവോ, അവനാണ് ദൈവത്തിന്റെ. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? അന്നത്തെ കാലഘട്ടത്തിൽ ആരുടെ മേലും പരിശുദ്ധാത്മാവ് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നില്ല. മനസ്സിലായോ? ആരുടെ മേൽ വരികയും വസിക്കുകയും ചെയ്യുന്നത്. നോക്കിക്കേ, ഇപ്പൊ ലിനിയാൻഡി ഇവിടെ പെട്ടെന്ന് കയറി വന്നിട്ട് ലിനിയാൻഡി ഇവിടെ നിൽക്കുക. അതിന്റെ അർത്ഥം എന്തുവാ? ലിനിയാൻഡി കൂടെ ഇരിക്കാൻ ഉദ്ദേശം ഇല്ല. ഇരിക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിലോ ബാഗ് എല്ലാം താഴെ വെക്കും, ബൈബിൾ പുറത്തെടുക്കും, മൊബൈൽ എടുത്ത് പുറത്ത് വെക്കും, താക്കോല് മേശപ്പുറത്ത് വെക്കും. അപ്പൊ നമുക്ക് മനസ്സിലായി ഇപ്പൊ പോകാൻ ഉദ്ദേശം ഇല്ല. കണ്ടോ? അപ്പൊ യോഹന്നാൻ സ്നാപകന് മനസ്സിലായി ഇതൊരു സൈന. കാര്യം ആ കാലഘട്ടത്തിൽ വന്നും പോയി നിൽക്കുക, വരിക, സിംഹത്തെ കീറുക, തിരിച്ചു പോവുക, വരിക, പോകുക, വരിക. പക്ഷെ യേശുവിന്റെ മേൽ നോക്കുമ്പോൾ പോണില്ല. ഒരു സെറ്റിലായിരിക്കുന്ന ഒരു അവസ്ഥ യോഹന്നാൻ കണ്ടു. ഉടനെ പറഞ്ഞു, ഇതാ ദൈവത്തിന്റെ പുത്രൻ. കാര്യം ഇവന്റെ മേൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്, പക്ഷെ അക്കമ്പനി ആകുന്നില്ല. കൂടെ വസിക്കുന്നുണ്ടെങ്കിലും നമ്മൾ തമ്മിൽ കമ്പനി വരുന്നില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് സൈലന്റ് ആണ്. ഒരു ഹാലിൽ പറഞ്ഞാട്ടെ, പരിശുദ്ധാത്മാവ് സൈലന്റ് ആണ്. ഇനി പരിശുദ്ധാത്മാവിന്റെ ദുരാത്മാവിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു തരാവേ. ഒരാളുടെ മേൽ ദുരാത്മാവ് വന്നാൽ ദുരാത്മാവ് എന്ത് ചെയ്യും? അടങ്ങിയിരിക്കത്തില്ല. ഇത് ആ ശരീരത്തെ ഡൊമിനേറ്റ് ചെയ്യും, ഇതിനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. കണ്ടിട്ടുണ്ടോ? ദുരാത്മാവ് വന്നാൽ ഒന്നെങ്കിൽ അതിനെ ഭ്രാന്തിയാക്കും, രോഗിയാക്കും. നമുക്കറിയാം, ബൈബിൾ വായിക്കുമ്പോൾ രോഗാത്മാവ്, ഭൂതാത്മാവ്, ഭ്രാന്തുള്ള, ലഗ്യോൻ ബാധിച്ചവൻ, അതിങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങും. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത നോക്കിക്കേ, പരിശുദ്ധാത്മാവ് അങ്ങനെ സ്വയമായി പ്രവർത്തിക്കത്തില്ല. പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ എന്ത് വേണം? പറ. നമ്മളുമായിട്ട് കൂട്ടായ്മ വേണം. പിശാചിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പം എൻ്റെ പേരിൽ പെട്ടെന്ന് ദുരാത്മാവ് വന്നിരിക്കട്ടെ, ഞാൻ പറഞ്ഞു, ദുരാത്മാവെ എനിക്കൊരു കല്യാണമുണ്ട്, ഇന്ന് മിണ്ടരുത്. പുള്ളി അനുസരിക്കുന്നൊന്നുമില്ല. പുള്ളി എൻ്റെ ശരീരത്തെ ഡോമിനേറ്റ് ചെയ്യും. കണ്ടോ? എൻ്റെ ശരീരത്തെ കൺട്രോൾ ചെയ്ത് അവൻ്റെ എല്ലാ ചേഷ്ടയും കാണിക്കാൻ തുടങ്ങും. പക്ഷേ ഈ ആത്മാവിൽ നിറയുമ്പോഴാണ്, നോക്കിക്കേ, അവർ ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷ പറഞ്ഞു. അപ്പോൾ അവർ പ്രവചിക്കാൻ തുടങ്ങി. കണ്ടോ? ഇവിടെ നമ്മളെ വാക്യം ഒന്ന് വായിച്ച്, ഈ ശമൂവേലിന്റെ പുസ്തകം വായിച്ച്, യഹോവയുടെ ആത്മാവ് നിന്റെ മേൽ വന്നിട്ട് നീയും അവരോടൊപ്പം. കണ്ടോ? നിന്നെ ഒരാള് മാറ്റുവാനാക്കി മാറ്റും പരിശുദ്ധാത്മാവ്. അപ്പൊ നോക്കി, ഈ എബിലിറ്റി ആരുടെ മേലുണ്ട്? അപ്പൊ ചോദിച്ചോട്ടെ, ഇപ്പൊ ഞാൻ ബെന്നിമോട് പറഞ്ഞു, ബെന്നി വേറെ വലിയൊരു കാര്യം നടക്കാൻ വേണ്ടി പോവാ 2026. ആരാ പറഞ്ഞു? നിഖിൽ ബദർ ആണോ? കണ്ടോ? രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ. ആരാ സൗഖ്യമാക്കുന്നത്? കണ്ടോ? ഒരു തകർന്ന ഭവനത്തിലേക്ക് നിങ്ങൾ കയറി ചെല്ലുമ്പോൾ ആരാ പ്രവർത്തിക്കുന്നത്? ഇനി എന്റെ ചോദ്യം, പരിശുദ്ധാത്മാവാണോ പ്രവർത്തിക്കുന്നത്, പിതാവായ ദൈവമാണോ? യോഹന്നാൻ മാറിപ്പോകരുത്. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ ജീവിക്കുന്നത് പിതാവ് മൂലമാണ്. ലാസറിനെ ഉയർപ്പിച്ചത് ആരാ? പിതാവാണ്. ആ ബാലക്കാരെ ഉപയോഗിച്ചത് യേശുവല്ല, പരിശുദ്ധാത്മാവാണ്. കണ്ടോ? 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 യേശുവിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ ആര് പ്രവർത്തിക്കുന്നു? ഓ എൻ്റെ യേശുവേ. ഇതാണ് ശുശ്രൂഷ. ഇവിടെ എപ്പോഴാ ബ്ലോക്ക് ആകുന്ന അറിയാവോ? എപ്പോഴാ ബ്ലോക്ക് ആകുന്ന അറിയാവോ? നിങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ശുശ്രൂഷ ബ്ലോക്ക് ആകുന്നത്.
ഒരു കാലം പറഞ്ഞാട്ടെ. നമ്മളിപ്പോൾ ഇവിടെ ഒന്നുകൊണ്ട് പറയാൻ പോകും നാളെ മുതൽ എനിക്ക് ഈ ദേശത്തിൻ്റെ ആത്മാവ് ഞാൻ നേടാൻ വേണ്ടി ഇപ്പോൾ വേണ്ട. പരിശുദ്ധാത്മാവിനെ അറിയാം എവിടെ തുടങ്ങണമെന്നും. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവാത്മാ പറയാണ് ആത്മാവിൽ നിറയുമ്പോഴാണ് ആത്മാവിൻ്റെ ശബ്ദം കേൾക്കുന്നത്. ഈ നിറയുക എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം, നമുക്ക് മനസ്സിലാവുന്നൊരു ഭാഷയാണ്. നിറയുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ അകത്ത് പറഞ്ഞേക്ക് വെള്ളം കൊണ്ട് വെക്കുക, ഇതൊരു കറക്റ്റ് എന്താ പറയുന്നത് ഒരു പദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ലേ. വെള്ളത്തിൽ ഈ ഗ്ലാസ്സിലോട്ട് വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക. ഈ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ അകത്ത് നമുക്കറിയാം ഇതിൻ്റെ ഓരോ വശത്തിലും വെള്ളം വന്നിട്ടില്ല അല്ലേ. ഇത്രയും ഭാഗം ശൂന്യമാണ്, ഇനി കൈയിടാൻ പറ്റും അല്ലേ. വെള്ളം അവിടെ ഇല്ല. അപ്പോൾ വെള്ളം നിറച്ച് 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 വരുമ്പോൾ നമ്മൾ പറയത്തില്ലേ ചിലപ്പം കർത്താവ് എന്നെ ഉപയോഗിക്കാത്തതിൻ്റെ കാര്യം കുറവായിരിക്കാം, എനിക്ക് കഴിവില്ലാത്തതുകൊണ്ടായിരിക്കാം, ബൈബിൾ വായന ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, എനിക്ക് നമുക്ക് ഒത്തിരി കാര്യം പറയത്തില്ലേ. ഇതെല്ലാം നിറയുമ്പോൾ തന്നെ ആയിക്കോളും. ഒരു കാലിൽ പറഞ്ഞാട്ടെ. ഞാൻ ആവശ്യം പറഞ്ഞത് അഭിഷേകം മുന്നോട്ട് പോയാൽ വേറൊന്നും നിങ്ങൾ പേടിക്കേണ്ട, സകലതും പുറകെ വരും. നമ്മൾ ആത്മാവിൽ നിറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് കൺട്രോൾ ചെയ്യുവാൻ തുടങ്ങും. ഹാലേലൂയ പറഞ്ഞാട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൺട്രോളാണ് ശുശ്രൂഷ. പരിശുദ്ധാത്മാവ് നല്ല കൺട്രോൾ ചെയ്യണമെങ്കിൽ ഡബിൾ മൈൻഡ്, രണ്ട് തീരുമാനം നടക്കത്തില്ല. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. പരിശുദ്ധാത്മാവിന് വിരോധം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് പരിശുദ്ധാത്മാവിന് എന്ത് ചെയ്യരുത്? കണ്ടോ, ദുഃഖിപ്പിച്ചാൽ എന്നാ സംഭവിക്കും? അവനാലല്ലോ വീടിപ്പ് നാൾ നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നത്. ഒരു വാക്യം വേഗത്തിൽ വായിക്കാം പെട്ടെന്ന്. 2 കൊരിന്ത്യർ 1:2 വായിക്കാം. 1 കൊരിന്ത്യർ 1:2. 1 കൊരിന്ത്യർ. ഞാനോ സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിന്റെയും ജ്ഞാനത്തിന്റെയും വൈഭവം കൂടാതെ എത്രേ ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവം വന്നത്. ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഈ വാക്യം വായിച്ചു. 2 കൊരിന്ത്യർ 1:21 ദൈവത്തിന്റെ ജ്ഞാനത്താൽ 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 21. 2 കൊരിന്ത്യർ ഞങ്ങളെ നിങ്ങളുടെ കൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും നിങ്ങൾ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. അടുത്തത് അവൻ നമ്മെ മുദ്രയിട്ടു. അവൻ നമ്മെ എന്ത് ചെയ്തു? മുദ്രയിടും. ആത്മാവെന്ന അച്ചാരം നിങ്ങളുടെ ഹൃദയങ്ങളിൽ തന്നു. ആത്മാവെന്ന ദാനം നമ്മുടെ ഹൃദയത്തിൽ കണ്ടോ. അപ്പൊ അഭിഷേകം എന്ന് പറയുമ്പോൾ ആര് പെട്ടെന്ന് വരുക? പരിശുദ്ധാത്മാവ് വരിക. ഇന്ന് നോക്കിക്കേ, അഭിഷേകം. ഇനി ആ വാക്ക് പിന്നെ വേറെ, ഇനി ആത്മാവെന്ന് പറഞ്ഞ് വായിച്ച് നിങ്ങളെ നിങ്ങളുടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ ആത്മാവ് ദൈവമല്ലോ. കണ്ടോ, ആത്മാവിനാൽ നമ്മെ ദൈവത്തോട് എന്ത് ചെയ്തു? ചേർത്ത് വെച്ചു. അപ്പൊ ദൈവത്തിന് എന്തൊക്കെയോ സംസാരിക്കാനുണ്ട്. അതിനാണ് ഒരു വയർലെസ് ആണ് പരിശുദ്ധാത്മാവ്. ആരും അറിയാത്ത കാര്യങ്ങളെ ആരോട്, അതാണ് സീക്രട്ട് ആയിട്ട്. എന്താണെന്നറിയാവോ? ഇതാണ് യേശു പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് രഹസ്യത്തിലുള്ള നിങ്ങളുടെ പിതാവിനെ എന്ത് ചെയ്യണോ? കണ്ട സീക്രട്ട് ആയിട്ട് എന്തൊക്കെയോ കാര്യം മാറാൻ. ഇപ്പൊ നമ്മളോടൊന്നും പറയുന്നില്ല പരിശുദ്ധാത്മാവ്. അതിന്റെ കാര്യം എന്താണെന്നറിയാവോ? നമ്മള് ഇത് ഫുൾ ആകുന്നില്ല. നമ്മൾ ലോകവുമായിട്ട് എവിടേക്കോ, ഈ ലോകമെന്ന് ഞാൻ പറയുന്നില്ല, തെറ്റായ തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോൾ പരിശുദ്ധാത്മാവ് സൈലന്റ് ആകും. ശിംശോൻ ദലീലയുടെ മടിയിൽ പോയി കിടക്കുക. അവൾ ചോദിച്ചു, നിന്റെ അഭിഷേകം എവിടെയാ? ഉടനെ അവസാനം ശിംശോൻ സമ്മതിച്ചു, എൻ്റെ അഭിഷേകം മുടിയില്ല. എൻ്റെ ചോദ്യം, എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവെ തടയാഞ്ഞത്? എന്തുകൊണ്ടാ തടയാഞ്ഞത്? ഞാൻ ചിന്തിക്കുക, പരിശുദ്ധാത്മാവ് മോനെ ശിംശോനെ ചാടി എണീക്ക്, എന്തുകൊണ്ടാ പറയാഞ്ഞത്? ഇതാണ് പരിശുദ്ധാത്മാവിന്റെ ക്വാളിറ്റി. നമ്മളെപ്പോഴും ഒരു അവയർനെസ്, ഞാൻ ആരാന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കണം. ഞാൻ ക്രിസ്തുവിൽ ആരാണ്, ഞാൻ എവിടെ പോകേണ്ടവനാണ്, എൻ്റെ വാക്കുകളാണ്, വാക്കിലും നടപ്പിലും സ്നേഹത്തിലും മറ്റുള്ളവർക്ക് ഞാൻ മാതൃകയാകണം. ശിംശോനെ നിനക്ക് അവിടെ പോകാൻ പാടില്ല എന്ന് തീരുമാനം ഉള്ളതാണ്. നീ അവിടെ പോയിട്ട് കർത്താവേ നീ എന്തുകൊണ്ട് എന്നെ തടഞ്ഞില്ല എന്ന് ദൈവത്തോട് ചോദിക്കരുതേ. കണ്ടോ? അപ്പൊ നമ്മൾ എടുക്കുന്ന പല തീരുമാനങ്ങളും ശ്രദ്ധിച്ചോണേ, പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടത്തിനാണോ? ഇല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പറഞ്ഞ വിശ്വാസത്താൽ ബ്രദറെ സ്റ്റെപ്പ് എടുത്തു വെച്ചു. എൻ്റെ ചോദ്യം, ദൈവാത്മാവ് പറഞ്ഞിട്ടാണോ? അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ദൈവാത്മാവിനോട് മിണ്ടിയില്ല, ദൈവാത്മാവ് മിണ്ടത്തില്ല. കാരണം ദൈവാത്മാവിന് കമ്മ്യൂണിക്കേറ്റ്, ദൈവമാവനെ പോകണോ, ഞാൻ ചെയ്യണോ? നിങ്ങൾ യേശുവിനെ ശുശ്രൂഷ നോക്കിയേ. യേശുവിനെ ശുശ്രൂഷ മൊത്തം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. കർത്താവിൻ്റെ കൂടെ ഒത്തിരി ശിഷ്യന്മാരുണ്ടെങ്കിലും അവരോടൊന്നും യേശു അഭിപ്രായം ചോദിക്കാൻ പോകത്തില്ല. എപ്പോഴും എങ്ങോട്ടാണ് യേശു മാറി പോകുന്നത്? കണ്ടോ? പിതാവ് പറയും, മോനെ അങ്ങോട്ട് പോകണ്ട കേട്ടോ,
ഇന്ന് നീ മരുഭൂമി പൊക്കൂ, ഗലീലേ പോകണ്ട. ശിഷ്യന്മാർ പറയും ഗലീലേ പോയാൽ ഭയങ്കര ആളാ, അയ്യോ എന്തോരം വിടുതൽ നടക്കുന്നറിയോ. വേണ്ട, പരിശുദ്ധാത്മാവ് പറഞ്ഞു, അല്ലെങ്കിൽ ദൈവം പറഞ്ഞു ഇങ്ങോട്ട് പോ. ഈ ലെവലിലേക്ക് നിങ്ങൾ വന്നില്ല എങ്കിൽ വിശ്വാസ ജീവിതം ഏറ്റവും ബോറാന്നേ ഞാൻ പറയത്തുള്ളൂ. നമുക്കെന്നുകൊണ്ട് പലതും ആക്സസ് ചെയ്യാൻ കഴിയാത്തെന്നറിയാവോ. ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ആത്മാവിൽ നമ്മൾ നിറയുന്നില്ല. അപ്പം നമ്മുടെ ചിന്തയിൽ ആത്മാവിൽ നിറയാന്നുള്ളത് അന്യഭാഷ പ്രാർത്ഥനയാണോ? അവിടെയാ കുഴപ്പം. അന്യഭാഷ എന്നുള്ളത് ആത്മാവിൽ നിറഞ്ഞവർ അന്യഭാഷ പറഞ്ഞത് പറയുന്നത് അർത്ഥം എന്തുവാ? അന്യഭാഷ പറഞ്ഞപ്പോൾ നിറഞ്ഞു എന്നല്ല പറഞ്ഞേക്കുന്നത്, ആത്മാവിനാൽ അവർ. അങ്ങനെ വായിച്ച് അപ്പോസ്തലപ്രവൃത്തി 2 വായിച്ചു, സംശയം വേണ്ട. അവരെല്ലാവരും ആത്മാവിൽ നിറഞ്ഞ് ഉച്ചരിപ്പാൻ ലഭിച്ചതുപോലെയുള്ള അന്യഭാഷയിൽ എന്ത് ചെയ്തു? അപ്പോസ്തലപ്രവൃത്തി ചാപ്റ്റർ 2 വേഴ്സ് 1 ആയിരിക്കും അല്ലേ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചുകൂടി. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് ഒരു മുഴക്കം അവരിരുന്ന വീട് മുഴുവൻ നിറച്ചു, അഗ്നിജാല പോലെ പിളർന്നു. എന്റെ ചോദ്യം, ആത്മാവിൽ നിറഞ്ഞു, അടുത്തത് അവരിരുന്ന വീട് മുഴുവൻ നിറച്ചു, അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമാണ്. എന്റെ ചോദ്യം, അവർ അന്യഭാഷ പറഞ്ഞപ്പോഴാണോ ആത്മാവിൽ നിറഞ്ഞത്, അതോ ആത്മാവിൽ നിറഞ്ഞപ്പോഴാണ് അന്യഭാഷ പറഞ്ഞത്? അപ്പൊ എങ്ങനെ നിറഞ്ഞു ഇവര്? എങ്ങനെ നിറഞ്ഞു? ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞു, നിറഞ്ഞതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. യേശു പറഞ്ഞു, പിതാവിൽ നിന്ന് കേട്ട വാഗ്ദത്തം പ്രാപിക്കുവോളം ഇവിടം വിട്ട് കണ്ടോ. ആ വചനം അവരനുസരിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്തു? ദൈവത്തിന്റെ വഴിയിലേക്ക് അവർ എൻ്ററായി. ഒരു കാലിലേക്ക് പറഞ്ഞാട്ടെ, ദൈവത്തിന്റെ വഴിയിലേക്ക് നമ്മൾ നടത്തുന്നത് വചനമാണ്. ഈ വചനവും നിയോഗവും വെച്ചായിരിക്കണം എപ്പോഴും നമ്മൾ പരിശോധിക്കേണ്ടത്. ഒരു കാലിലേക്ക് പറഞ്ഞാട്ടെ, ദൈവവചനം എന്നെ നിറയ്ക്കുന്നതാണ്. ഒരു കാലിലേക്ക് പറഞ്ഞാട്ടെ, അവർ ദൈവത്തിന്റെ വചനപ്രകാരം ആരെ കൂടുതൽ പറഞ്ഞു നമുക്ക് യഹൂദയിലോട്ട് പോകാം, വേണ്ട, യേശു പറഞ്ഞു ഇവിടം വിട്ട് പോകരുത്. കണ്ടോ, ആ വചനത്തെ അവർ അനുസരിച്ചു. ഒന്ന് അനുസരണം, വചനത്തോടും ദൈവത്തോടും അനുസരണം. അനുസരിക്കുമ്പോൾ ആത്മാവ് നിറയോ. ഇരുമനസ്സുള്ളവൻ ദൈവത്തിൽ നിന്ന് ഒന്നും എന്ത് ചെയ്യത്തില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തെ അനുസരിക്കാൻ റെഡിയാണോ? കർത്താവേ അങ്ങ് പറയുന്നത് ഞാൻ കേൾക്കത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞു ശിംശോന് വേണ്ടി വെളിപ്പെട്ടതുപോലെ സിംഹങ്ങളുടെ കീറാൻ പോകുക. നിങ്ങൾ ആള് മാറിയ വ്യക്തിയാകാൻ പോകുക. ഇനി വചനം എന്തു പറയുന്നു അത് വിശ്വസിക്കണം. നമ്മൾ എന്തൊക്കെയും വചനമൊക്കെ വിശ്വസിച്ചാൽ എന്നാ ഗുണം? ആത്മാവിൽ നിറയ്ക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പ് കണ്ടോ. ഹല്ലേലൂയ. ചിലരുണ്ട് ഭയങ്കര പ്രാർത്ഥനയും ആരാധനയും, പക്ഷെ വചനം അനുസരിക്കത്തില്ല. ഒരു കാര്യം പറഞ്ഞാണ്ട് അവരൊരിക്കലും പരിശുദ്ധാത്മാവിനെ ഗൈഡ് ചെയ്യാൻ കഴിയത്തില്ല. ഞാനൊരു വാക്യം ഒന്ന് വായിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാവേ. 1 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 16-12 വായിക്കാവോ. അവൻ ആളയച്ചു വരുത്തിയ എന്നാൽ അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമളരൂപിയുമായിരുന്നു. അപ്പോൾ യഹോവ എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെ ആകുന്നു എന്ന് കൽപ്പിച്ചു. അങ്ങനെ ശൗമേൽ തൈലക്കൊമ്പെടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്മേൽ. ഈ വാക്ക് കണ്ടോ, അതിന്റെ അർത്ഥം ദാവീദ് ആരാ? അല്ല, ദാവീദ് ആരാ? ഇത് നമുക്കറിയാവുന്ന ആരാ? ഇസ്രായേലിന്റെ. അപ്പൊ ശരിക്കും പറഞ്ഞ ആരാ ഭരിച്ചത് അവിടെ? പരിശുദ്ധാത്മാവ് അവിടെ ഭരിച്ചത്. കണ്ടോ, ദാവീദിനെ അഭിഷേകം ചെയ്ത്. എന്റെ ചോദ്യം, കർത്താവേ ദാവീദിനെ രാജാവാക്കി തമ്പുരാൻ വഴി, പിന്നെ എന്തിനാണ് പരിശുദ്ധാത്മാവ്? ഇനി ഭരിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവാ. ഒരു കാലിലെ പറഞ്ഞാട്ടെ, ദാവീദിനെ രാജാവായി ദൈവം അഭിഷേകം ചെയ്തപ്പോൾ തന്നെ പെട്ടെന്ന് ആരിറങ്ങി വന്നു? പരിശുദ്ധാത്മാവ് അവന്റെ മേലേക്ക് ചാടി വന്നു. അങ്ങനെയെങ്കിൽ ഇനി ഇസ്രായേലിനെ ഭരിക്കാൻ വേണ്ടി പോകുന്ന ആരാ? എന്തുകൊണ്ടാ ദാവീദ് വീണത്? അനുസരിക്കാത്തതുകൊണ്ടാ. അത്രയും നാളും പുള്ളി പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിലാണ് യുദ്ധം ചെയ്തത്. നിങ്ങൾ നോക്കിയാൽ മതി. പരിശുദ്ധാത്മാവെ ഞാൻ യുദ്ധം ചെയ്യണമോ എന്ന് ചോദിക്കുന്ന ഒരു ഭാഗം എടുക്കേണ്ട വചനത്തിൽ ഞാൻ യുദ്ധം ചെയ്യണമോ എന്ന് ചോദിക്കുന്നുണ്ട്. കണ്ടോ, ഞാൻ ഫെലിസ്തീനുമായിട്ട് യുദ്ധത്തിന് പോണോ? തമ്പുരാൻ പറയും പോകുക. കണ്ടോ, ഇങ്ങനെ ചോദിച്ച ആളാ ഗൈഡൻസ്. പിന്നെ കുറച്ച് പുള്ളിക്ക് മനസ്സിലായി ഇനി എന്തിനാ ദൈവം, എനിക്ക് ഇഷ്ടമുള്ളത് അവിടെ മുതൽ വീഴ്ചയായിരുന്നു. മനസ്സിലായോ? പിന്നെ പരിശുദ്ധാത്മാവിന്റെ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ആകാൻ തുടങ്ങി. ഇവിടെ ശ്രദ്ധിച്ചോടെ, നമ്മൾ എപ്പോഴാണോ അനുസരണക്കേടുകൾ സംഭവിക്കുന്നത്, അതുകൊണ്ടാണ് ഇനി മുതൽ ഏറ്റുവരാം കർത്താവ് എന്തെങ്കിലും കർത്താവിൻ്റെ ഹിതമല്ലത്തിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ മാറിപ്പോണം. ഇത് മസ്റ്റ് നിങ്ങൾ പറയണം എല്ലാ ദിവസവും.
കർത്താവിൻ്റെ ഹിതമല്ലാത്ത ഏതെങ്കിലും തീരുമാനമോ ഏതെങ്കിലും വാക്കോ ഏതെങ്കിലും പ്രവൃത്തിയോ എൻ്റെ അകത്തുനിന്ന് വന്നെങ്കിൽ പരിശുദ്ധാത്മാവേ നമുക്ക് ഒന്നിച്ചു പോകേണ്ട ആൾക്കാരാ. ഹല്ലേലൂയ പറഞ്ഞ് ഒന്നിച്ചു പ്രവർത്തിക്കേണ്ട ആളാ ഞാൻ. കണ്ടോ? ഇനി ആ വാക്കോടെ വെച്ചോട്ടെ. 1 രാജാക്കന്മാർ 19:6 കൂടെ വായിക്കാവോ? 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം ശ്രദ്ധിച്ച്. എന്തുകൊണ്ട് നമുക്ക് മിനിസ്ട്രി മൂവ് ചെയ്യാൻ പറ്റും അതാ പറഞ്ഞു വരുന്നത്. വായിച്ചു. 1 രാജാക്കന്മാരുടെ പുസ്തകം 19:16. അതാണ് സിസ്റ്റർ? അല്ലല്ല, 19:6. നിംശിയുടെ മകനായ യേഹൂവിനെ ഇസ്രായേൽ രാജാവ് അഭിഷേകം ചെയ്യണം. ആബേൽ മൊഹോലയിൽ നിന്നുള്ള സഫാത്തിന്റെ മകനായ എലീശയെ നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യുകയും വേണം. 19:6. ഇസ്രായേലിന്റെ വാളിന് തെറ്റിപ്പോകുന്നു. നിങ്ങൾ നോക്കിയേ, പ്രവാചകനായിട്ട് എന്ത് ചെയ്യണം? ഇനി തല പൊക്കിക്ക്, എന്നെ നോക്കിക്കേ. നിങ്ങൾ പിന്നെ വേറെ വായിക്കാൻ നോക്കിയേ. ആരാ പ്രവചിക്കാൻ ഇനി പോണത്? എലീശ അല്ലേ? അപ്പൊ ഏലീശയോട് തമ്പരാൻ പറയുകയാണ്, ഇനി പ്രവാചകൻ, ഇനി ഏലീശ നിന്റെ ശുശ്രൂഷ എന്ത് ചെയ്യാൻ പോവാ? തീരാൻ പോവാ. അടുത്ത ആരെ വരാൻ വേണ്ടി പോവാ? ഏലീശ. ആരാ ഏലീശ? വായിച്ചു. അഭിഷേകം ചെയ്യുകയും വേണം. അസേലിന്റെ വാളിന് തെറ്റിപ്പോകുന്നവനെ യഹൂ കൊല്ലും. യഹൂവിന്റെ വാളിനെ തെറ്റിപ്പോകുന്നതിനെ ഏലീശ കൊല്ലും. എന്നാൽ ബാലിന് മടങ്ങാത്ത മുഴങ്കാലും അവനെ ചുംബനം ചെയ്യാത്ത വായുമുള്ളവര് ആകെ 7000 പേരെ. ഇനി അതിന്റെ സ്കിപ്പ് ചെയ്ത് വായിച്ചു, അതിന്റെ താഴേക്ക് പോട്ടെ. അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സഫാത്തിന്റെ മകനായ ഏലീശയെ കണ്ടെത്തി. അവൻ 12 ഏർക്കാളകളെ പൂട്ടി ഒഴിവിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ നോക്കിക്കേ, ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ഇരിക്കുന്നവനെയാ സാധാരണ നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രവാചകനായിട്ട് ഇമ്പാർട്ടേഷൻ കൊടുക്കുന്നത്. ഇവിടെ ഏലിയാവ് നോക്കിയപ്പം പുള്ളി എന്ത് ചെയ്യുക? കണ്ടെത്തി പണി ചെയ്യുക. എന്റെ ചോദ്യം നോക്കി, ഏലീശയ്ക്ക് പ്രവചിച്ച് പരിചയമുണ്ടോ? എക്സ്പീരിയൻസ് ഉണ്ടോ? ഉപവാസ പ്രാർത്ഥനയ്ക്കകത്താണ് ഇരിക്കുന്നത്? അല്ല. അപ്പൊ നിങ്ങളാണ് എന്ത് ചെയ്തേനെ? ആള് മാറിപ്പോയി. പക്ഷെ ഏലിയാവ് എന്നാ ചെയ്തത്? വായിച്ചേ. ഏലിയാവ് അവന്റെ അരികെ ചെന്ന് തന്റെ പുതപ്പ് അവന്റെ മേൽ ഇട്ടു. അവൻ കാളയെ വിട്ട് ഏലിയാവിന്റെ പിന്നാലെ ഓടി. അപ്പൊ ഏലിയാവിനെ അറിയാം ഇദ്ദേഹത്തിന്. ഞാൻ എന്റെ അപ്പനെയും അമ്മയും ചുംബിച്ചു കൊള്ളട്ടെ, അതിനുശേഷം ഞാൻ നിന്റെ പിന്നാലെ വരാം എന്ന് പറഞ്ഞു. അതിനെ അവൻ പോയി വരിക, എന്നാൽ ഞാൻ നിനക്ക് എന്ത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കാം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഇത് പരിശുദ്ധാത്മാവ് അടുത്തൊരു പകർച്ച കൊടുക്കുവാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ കൃപാവരങ്ങൾ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് ശ്രദ്ധിച്ച് നോക്കിയാണ്. ഏലീശയുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, അഥവാ ഒരു പുതപ്പിട്ടതിലൂടെ ഏലിയാവ് എന്ത് ചെയ്തു? ഏലീശനെ അഭിഷേകം ചെയ്തു. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിന്നെ എന്ത് ചെയ്തു? ഇസ്രായേലിന്റെ പ്രവാചകനാക്കി എന്നെ അനുഗമിക്കാൻ പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്നറിയാവോ? പുതപ്പ് വീണതുകൊണ്ട് മാത്രമല്ല, നീ കുറെ പഠിക്കേണ്ടതുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എലീശ നേരെ പോയിട്ട് ഏലിയാവിൻ്റെ കൂടെ എന്ത് ചെയ്തു? നീണ്ട കാലഘട്ടം അവിടെ ശുശ്രൂഷിക്കാൻ തുടങ്ങി. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. എന്താണെന്നറിയോ ശുശ്രൂഷിക്കുന്നത്? ഏലീശയ്ക്ക് മനസ്സിലായി, ഞാൻ കാളയെ പൂട്ടുന്നവനാ. എനിക്ക് അറിയാവുന്ന പണി എന്തുവാ? പ്രവചിക്കാൻ അറിയാവോ? ഇത് മനസ്സിലാക്കണം. എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്, എങ്ങനെ ഇത് സംഭവിക്കുന്നത്? അതിന് ഏറ്റവും നല്ല ആൾ ഏലിയാവാ. ഒരു കാലയിൽ പറഞ്ഞാട്ടെ, ഏലിയാവിനെ കണ്ടു പഠിക്കാൻ എലീശ തുടങ്ങി. ഒരു കാലയിൽ പറഞ്ഞാട്ടെ, എങ്ങനെയാണ് ഈ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്? കണ്ടോ? ഒരു പുതപ്പും പിടിച്ചുകൊണ്ട് പോയാൽ പ്രവചിക്കാൻ പറ്റുമോ? ഇല്ല. ഇതെങ്ങനെയോ പ്രവർത്തിക്കുന്ന രീതിയുണ്ട്. അങ്ങനെ മനസ്സിലായി ഏലിയാവ് ഏലീശനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. ഒരു കാലയിൽ പറഞ്ഞാട്ടെ. ആരെയാ ശരിക്കും പറഞ്ഞാൽ ഏലീശ ഫോളോ ചെയ്തത്? യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനെ അല്ലേ അനുഗമിച്ചുകൊണ്ടിരിക്കുന്നത്? പരിശുദ്ധാത്മാവിനല്ലേ കീഴ്പ്പെട്ടിരിക്കുന്നത്? തനിക്ക് വേണമെങ്കിൽ തിരിച്ച് ജോലിക്കാൻ പോകത്തില്ല, കീഴ്പ്പെട്ടിരിക്കാൻ തുടങ്ങി. കണ്ടോ? അടുത്തൊരു സ്റ്റെപ്പ് എനിക്ക് വേണ്ടി തീരുമാനം വെച്ചിട്ടുണ്ട്. ഏലിയാവിൻ്റെ കാലം കഴിയുമ്പോൾ അടുത്ത പ്രവാചകൻ ഞാനാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ ഈ ശുശ്രൂഷ എന്നുള്ളത് പരിശുദ്ധാത്മാവ് ചെയ്യുന്നതാണ്. ഇനി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി പോണേ. നമ്മുടെ ജീവിതത്തിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് നമുക്ക് മനസ്സിലായല്ലോ. പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയ്ക്കകത്താണ് നിങ്ങളെല്ലാവരും ഇരിക്കുന്നത്. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളിലൂടെ പ്രവചിക്കുവാൻ. ഇപ്പം ലിനാൻഡ് പറയുക, എനിക്ക് പ്രവചനപരം ഇല്ല, അതിനുവേണ്ടി ഞാൻ ആഗ്രഹിക്കുക. പക്ഷെ ലിനാൻഡ് വിശ്വസിക്കുന്നുണ്ട്, ആരെൻ്റെ അകത്തുണ്ട്? കണ്ടോ? അപ്പം ആരാ പ്രവചിക്കുന്നത്? ലിനാൻഡ് എന്നാ പറയുന്നത്? എനിക്ക് പ്രവചനപരം ഇല്ല. ഇപ്പൊ തന്നെ നമുക്ക് എന്നെ മനസ്സിലാറിയാം, പരിശുദ്ധാത്മാവിന് ചേരാൻ പറ്റുന്നില്ല. കാര്യം വചനപ്രകാരം അതാണ് പറഞ്ഞത്, നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങും ഹോളി സ്പിരിറ്റും തമ്മിൽ എന്ത് ചെയ്യുന്നില്ല? കണക്റ്റ് ആവുന്നില്ല. പരിശുദ്ധാത്മാവ് വന്നത് തന്നെ എന്തിനാണെന്നറിയാവോ? പ്രവചിക്കാൻ വേണ്ടിയാ.
പക്ഷെ ഞാൻ പറയുന്നത് എനിക്കതില്ല. കണ്ടോ എങ്ങനെ നമ്മൾ തമ്മിൽ കമ്പനി ചേർന്ന് പോകും? ദീസ് സൈൻ വിൽ അക്കമ്പനി ദോസ് ഹു ബിലീവ്. ആരാണോ വിശ്വസിക്കുന്നത് അവരിലൂടെ ഇതെല്ലാം നടക്കാൻ തുടങ്ങണ്ടോ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഞാൻ പ്രവചിക്കൂ, ഞാൻ രോഗികളെ സൗഖ്യമാക്കൂ, ഞാൻ ബന്ധിതരെ അഴിക്കൂ. തെളിവ് ഞാൻ പറഞ്ഞു തരാം, അവസാനിപ്പിക്കും. ലൂക്കോസ് 4:19 പെട്ടെന്ന് വായിച്ചു. യേശു ഉപയോഗിച്ച അതേ ട്യൂണ് നമുക്ക് ഉപയോഗിക്കാം. അത് പറഞ്ഞ് നമുക്ക് ഈ ദിവസം നിങ്ങൾ യേശു പറഞ്ഞ അതേ ട്യൂണ് ലൂക്കോസ് 4:19. ഇനി ശ്രദ്ധിച്ചോണ്ട് ആരുണ്ട്? ഇനി നോക്കാണ്. ഇനി പറഞ്ഞല്ലേ, ദീസ് സൈൻ വിൽ അക്കമ്പനി. ആരാ വിശ്വസിക്കേണ്ടത്? അപ്പൊ യേശു വിശ്വസിക്കുന്ന എന്തുവാ? ദരിദ്രന്മാരുടെ സുവിശേഷം പറയും കർത്താവ് എന്നെ. എന്നാ തെളിവ്? ഫെയ്ത്ത്. പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണാൻ പറ്റുമോ? നമുക്ക് തുറന്നു നോക്കി കാണാൻ പറ്റുമോ? ബൈ ഫെയ്ത്ത്. എനിക്ക് വിശ്വാസമുണ്ട്, എൻ്റെ അകത്ത് ആരുണ്ട്. ഇനി യേശു പറഞ്ഞു നോക്കിക്കേ, കർത്താവേ എനിക്ക് എന്ത് ചെയ്യണം എന്നാണോ? അടുത്ത വായിച്ചു. ആത്മാവിന്റെ മേലുണ്ട്, ബദ്ധന്മാരെ വിടുവിക്കുവാനും. ആ, പീഡിതന്മാരെ എന്ത് ചെയ്യാനാ? കണ്ടോ? അപ്പൊ പീഡിതന്മാരെ വിടുവിച്ചയക്കുവാനും. അപ്പൊ യേശു പ്രാർത്ഥിച്ചോ, കർത്താവെ എന്നിലൂടെ എന്ത് ചെയ്യണം? അനേകരെ വിടുവിക്കണേ എന്ന് യേശു പ്രാർത്ഥിച്ചോ? എന്നാ പ്രാർത്ഥിക്കാഞ്ഞത്? ഇതിനു വേണ്ടിയാണ് ആര് വന്നിരിക്കുന്നത്? കണ്ടോ? അപ്പൊ ഈ ആത്മാവിനെ വെച്ചുകൊണ്ട് 2 ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്. കണ്ടോ? 2 ലാംഗ്വേജ് ഉള്ള ആൾക്കാർ. അതുകൊണ്ടാണ് ബൈബിളിൽ ഉൽപ്പത്തി പറഞ്ഞത് അവരുടെ ഭാഷ കലക്കി. ഭാഷ എന്ത് ചെയ്തു? കട്ടയെടുക്കാൻ പറഞ്ഞപ്പോൾ ഒരു കല്ല് ഇത് മണ്ണുമായിട്ട് വരിക. പുള്ളി പറഞ്ഞു നീ പോയി വെള്ളം എടുത്തുകൊണ്ടുവാ. പുള്ളി എന്ത് ചെയ്യുക? സിമെന്റ് ആയിട്ട് വരിക. ഭാഷ കലങ്ങിയാൽ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ആവും. ഇത് തന്നെയാണ് വിശ്വാസിക്ക് സംഭവിക്കുന്നത്. ബൈ ഫെയ്ത്ത് എന്ന് പറഞ്ഞ ചെറിയ സംഭവമല്ല. വിശ്വാസം ചെറിയ സംഭവമല്ല. ബൈ ഫെയ്ത്ത് ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട്. ഹിൽ ഷാമിൽ ഞാൻ അനേകരെ വിടുവിക്കും. കണ്ടോ? UK-യിൽ അനേകർക്ക് ഞാൻ പ്രയോജനപ്പെടും. പരിശുദ്ധാത്മാവ് കേൾക്കാൻ കൊതിച്ചു നിൽക്കുകയാണ് ബൈ ഫെയ്ത്തിന്റെ വാക്കുകൾ. ഇപ്പൊ മനസ്സിലായോ? ഇത് പഴയ നിയമത്തിൽ ഇത് വർക്ക് ചെയ്യാൻ കാരണം ഞാൻ പറഞ്ഞു തരാം. പിന്നെ നമുക്ക് സമയം പോലെ അടുത്ത ദിവസം പറയാം. പഴയ നിയമത്തിൽ ഇത് വർക്ക് ചെയ്യാൻ കാരണം ഈ എണ്ണ കൊണ്ടുവന്ന് നോക്കി, എണ്ണ കൊണ്ടുവന്ന് ഇപ്പം ഒഴിക്കുക. ഇത് ഒഴിക്കുമ്പോൾ ദാവീദിന്റെ മൈൻഡ് സെറ്റപ്പിൽ ഉടനെ വന്ന് ഞാൻ അനോയിന്റഡ് ആയി. കണ്ടോ? ഇതൊരു സിമ്പലാ. എണ്ണയ്ക്കകത്ത് വല്ലതും ഉണ്ടോ? കാര്യം എണ്ണയ്ക്കകത്ത് വല്ലതും ഉണ്ടായിരുന്നുവെങ്കിൽ ബൈബിൾ പറയത്തില്ല എണ്ണ ഒഴിച്ചപ്പോൾ ആത്മാവ് വന്നു. അപ്പോഴാണ് കൺഫേം ആയത്. അപ്പൊ എണ്ണ ഒരു സിമ്പലാണ്. അപ്പൊ ഇത് ഒഴിക്കുമ്പോൾ ദാവീദിന്റെ മനസ്സിൽ മൊത്തം എന്തുവാ? ഒരു കോൺഫിഡൻസ്. ഓ ഞാനിപ്പോ ആരാ? ഇസ്രായേലിന്റെ ഞാൻ പ്രവാചക, ഇസ്രായേലിന്റെ രാജാവാണ്. ഇന്നു മുതൽ ശിംശോനെ പോലെ ശൃംഗത്തെ കീറാൻ പറ്റൂ. കണ്ടോ? ഈ കോൺഫിഡൻസ് ആണ് ഈ അനോയിന്റിങ് ഓയിൽ എന്ന് പറയുന്നത്. ഇതാണ് ഫെയ്ത്തിന്റെ ആക്ഷനുകൾ ചെയ്യുന്നത് ബൈബിളിൽ പറയുന്നത്. മനസ്സിലായോ? വിശ്വാസത്തിന്റെ ആക്ഷൻ നമുക്കൊന്നുകൂടെ ബൂസ്റ്റ് ചെയ്യും നമ്മളെ. പിന്നെയും സ്പിരിറ്റിനെ അല്ല, നമ്മുടെ മൈൻഡിനെ ബൂസ്റ്റ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. യേശു പറഞ്ഞു ദരിദ്രന്മാരുടെ സുവിശേഷം കർത്താൻ വിളിച്ചാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ബദ്ധന്മാരെ വിടുതലും. അടുത്തത് പീഡിതനെ. കണ്ടോ? അവൻ ഇവിടെ ഈ പട്ടണത്തിൽ ഇവിടെയുള്ള ആൾക്കാരെ വിടുവിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്ത് വന്നിരിക്കുന്നു. അയ്യോ കണ്ടോ? ഈ പട്ടണത്തെ വിടുവിക്കുവാൻ പരിശുദ്ധാത്മാവ്. ലാംഗ്വേജ് ഒന്നാകണം. എന്തുകൊണ്ട് അന്യഭാഷ പ്രാർത്ഥിക്കുന്നത് അറിയാമോ? നമ്മൾ അന്യഭാഷ പ്രാർത്ഥിക്കുന്നത് ബുദ്ധി അഫലമാകാൻ വേണ്ടിയാണ്. ഈ 2 ലാംഗ്വേജ് ബ്ലോക്ക് ആയിട്ട് 1 ലാംഗ്വേജ് ആവും. അതുകൊണ്ടാണ് അന്യഭാഷ പറയുമ്പോൾ നമ്മൾക്ക് ദൈവശബ്ദം കേൾക്കാൻ പറ്റുന്നത്. ഡബിൾ ലാംഗ്വേജ് മാറിയിട്ട് സിംഗിൾ ലാംഗ്വേജ് ആവും. കണ്ടോ? ഒരേ ഭാഷ 2 പേരും ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നു. അതുകൊണ്ടാണ് കൂടുതൽ അന്യഭാഷ പ്രാർത്ഥിക്കുവാൻ അപ്പോസ്തലന്മാർ പറയുന്നതിന്റെ കാരണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എവിടെയാ കുഴപ്പമെന്ന്? നിങ്ങളുടെ അകത്ത് കൃപാവരം ഉണ്ടോ ഇല്ലയോ? ഉണ്ടതിന്റെ തെളിവ് എന്തുവാ? ആത്മാവ്. ഇനി അങ്ങനെ പറ, അഭിഷേകം എന്നുള്ളത് ആത്മാവ്. ഇപ്പൊ പരിശുദ്ധാത്മാവിന് അനേകരെ തൊടാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ. പക്ഷെ നമ്മൾ എന്താ കുഴപ്പമെന്ന് പറയും? നമ്മുടെ ലാംഗ്വേജ് കറക്റ്റ് അല്ല. ഈ ലാംഗ്വേജ് ആണ് പ്രോബ്ലം. ലാംഗ്വേജ് കറക്റ്റ് ആകണം. പരിശുദ്ധാത്മാവ്. അപ്പൊ ഈ ആഴ്ച മൊത്തം ശ്രദ്ധിച്ചോണേ. നിങ്ങൾ പറയുക, ബന്ധിതരെ മോചിപ്പിക്കുവാനും അനേകരെ വിടുവിക്കുവാനും സുവിശേഷം പറയാനും എൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത്. എന്തിനാ വന്നിരിക്കുന്നത്?
നമ്മൾ പലപ്പോഴും അന്യഭാഷ പറയാനും കൈയടിക്കാനും വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. തെറ്റാണ്. പരിശുദ്ധാത്മാവ് വന്നത് യേശു പറഞ്ഞു, പിതാവ് എന്നെ അയച്ചിട്ട്, ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പുത്രൻ മുഖാന്തരം, പിതാവ് മുഖാന്തരം ജീവിക്കുന്നത് പോലെ എന്നെ തിരുന്നവനും ഇതേപോലെ, നമ്മൾ കർത്തമേശയിലോട്ട് പോവല്ലേ, ഇതേപോലെ നമ്മൾ ജീവിക്കും. കമ്മ്യൂണിക്കേഷൻ ബാധ്യതകളെ വെട്ടിക്കളയണം. 2, 1 നിങ്ങൾ വചനത്തെ അനുസരിക്കണം. 2 ആത്മാവിൽ നിറയണം. 3 എന്ത് ചെയ്യണം? ലാംഗ്വേജ്, കറക്റ്റ് ലാംഗ്വേജ്, വിശ്വാസത്തിന്റെ ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പലപ്പോഴും ബൈബിളിൽ വാക്ക് ഞാൻ എപ്പോഴും പറഞ്ഞതാണ്, ഉണ്ട് എന്ന് വിശ്വസിപ്പിൻ എന്നാൽ, അത്രയേ ഉള്ളൂ. ഉണ്ടെന്ന് വിശ്വസിക്കും എന്നാൽ, ഇല്ലെന്ന് പറയുന്നവന് ഉള്ളതും കൂടെ. പഴയ പോലെ ഇപ്പൊ ദർശനം കാണാൻ പറ്റുന്ന കാര്യം എന്തുവാ അറിയോ? ഇല്ലെന്ന് പറയുന്നതുകൊണ്ടാ. അല്ല, സീരിയസ് ആയിട്ട് പറയാം. പണ്ടെനിക്ക് പാലക്കാട് വെച്ചൊരു ഭയങ്കര ദർശനം കാണുന്ന ഒരു ആൻറ്റി വന്നു. ഭയങ്കര കോടീശ്വരിയാണ്. കണ്ണടച്ചാൽ ദർശനം കാണും. യഹോവ സാക്ഷിക്കാർ എന്നിട്ട് പറയും ഇതെല്ലാം നിന്നുപോയി, ഇതെല്ലാം പൈശാചികമാണെന്ന് പറഞ്ഞു. വെട്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. വെട്ടി ഭയങ്കര പ്രാർത്ഥന, ഒന്നും കാണാൻ പറ്റുന്നില്ല. സീരിയസ് ആയിട്ട് പറയാം. അമ്മച്ചി പറഞ്ഞു, ബ്രദറെ എനിക്ക് ഭയങ്കര കൊതിയാ വീണ്ടും വരാൻ വേണ്ടി, പക്ഷെ ഒരു രക്ഷയില്ല, ഒന്നും കാണാൻ പറ്റുന്നില്ല. അവർ വന്ന് എന്നെ കലക്കിയതാ. ഒരു കൈവപ്പ് വരെ വെച്ച്. ഞാൻ പറഞ്ഞു ആൻറ്റി പോയിട്ടില്ല, ഉണ്ട്. ഇത് കുഴപ്പം, ലാംഗ്വേജ് എന്ത് ചെയ്താ? കലങ്ങിപ്പോയതാ. ഇന്ന് മുതൽ പോയെന്ന് പറയാതെ ഉണ്ടെന്ന് പറയാൻ പറഞ്ഞു. കണ്ടോ? കാര്യം ദൈവം കൃപാദാനങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യുന്നില്ല? അനുദപിക്കുന്നില്ല. വൺസ് ഞാൻ ബെന്നിബറിന് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തു. 10 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് തോന്നുന്നു വേണ്ട, കൊടുക്കണ്ടായിരുന്നു. അതെനിക്ക് തിരിച്ചതാ. ചോദിക്കുമോ? ചോദിക്കുന്നവരുണ്ട് ലോകത്തിൽ. പക്ഷെ ദൈവം എക്സ്ട്രാ ഡീസൻ്റ് ആണ്. ദൈവം കൃപാദാനങ്ങളെ പറ്റി എന്ത് ചെയ്യുന്നില്ല? അനുദപിക്കുന്നില്ല. കൊടുത്തതിനെ ഓർത്ത് അതുകൊണ്ടാണ് പലരും വീണ് പോകുമ്പോഴും അറിയാൻ പറ്റാത്തത്. മനസ്സിലായി? ഭയങ്കര വലിയ ശുശ്രൂഷകർ വീണ് പോയാൽ എന്ത് ചെയ്യത്തില്ല? രോഗശാന്തി വെളിപ്പെടും, പ്രവചനം വെളിപ്പെടും. പക്ഷെ അറിയാത്തതിൻ്റെ കാരണം ഈ ഗിഫ്റ്റ് ദൈവം തിരിച്ചെടുക്കത്തില്ല. അതുകൊണ്ടാണ് പലപ്പോഴും അതുകൊണ്ടാണ് വിവേചനാത്മാവ് വേണ്ടത് നമുക്ക്. ഒരു കാലയിൽ പറഞ്ഞു. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ കമ്പനി നമുക്ക് വേണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ നാവിനെ ആദ്യം നമ്മുടെ നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കുക. അതുകൊണ്ട് നാവ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? കൈ കൊണ്ട് പാപം ചെയ്യാൻ പറ്റും അല്ലേ? കാലുകൊണ്ട് പാപം ചെയ്യണം. പക്ഷെ നാവ് കൊണ്ട് എങ്ങനെ പാപം ചെയ്യുന്നത്? അവിശ്വാസത്തിൻ്റെ വാക്കുകൾ, ആവശ്യമില്ലാത്തത് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് പിണങ്ങും. ദുഃഖിപ്പിക്കരുത്. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാനൊരു സാക്ഷ്യം ഒന്ന് പറഞ്ഞോട്ടെ. DL മോരി എന്ന് പറഞ്ഞു, നമ്മൾ കേട്ടിട്ട് ഒത്തിരി സാക്ഷ്യം. അദ്ദേഹം ദൈവം സംസാരിച്ചൊരു മനുഷ്യനാണ്. DL മോരി ശുശ്രൂഷനാണ്. നമ്മുടെ പ്രധാനമന്ത്രിയല്ല, DL മോരി എന്ന് പറഞ്ഞ ദേവദാസൻ. എനിക്കൊക്കെ നമുക്കാർ തെറ്റിദ്ധരിക്കേണ്ട. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ കുറേ വർഷമായിട്ടുണ്ടായിരുന്നൊരു ഫ്രണ്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നു. എന്നാൽ പരിശുദ്ധാത്മ പറഞ്ഞു, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കാനുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, കർത്താവ് എൻ്റെ വളരെ സ്നേഹിതനാണ്, എനിക്ക് പോയി വർത്താനം പറഞ്ഞേ പറ്റത്തുള്ളൂ. കുറേ പരിശുദ്ധം എനിക്ക് നിന്നോട് മിണ്ടണം. നമ്മൾ കേട്ടുള്ള സാക്ഷി അല്ലേ? പക്ഷേ ഇദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ സുഹൃത്തിനോടുള്ള സ്നേഹം കാരണം, ഇല്ല ഞാൻ ഹോട്ടലിൽ ബുക്ക് ചെയ്തു, ഇന്ന് കണ്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ദൈവാത്മാവായിട്ട്. ഇദ്ദേഹം പോയി സംസാരിച്ചു. തിരിച്ചു വന്നു കഴിയുമ്പോഴേക്കും പ്രാർത്ഥിക്കാണ്ടിരിക്കുമ്പോഴേക്കും ഇദ്ദേഹത്തിന് പ്രസൻസ് അനുഭവിക്കാൻ പറ്റത്തില്ല. യേശുവേ അല്ലെങ്കിൽ പരിശുദ്ധാത്മ വിളിച്ചിട്ട് മിണ്ടുന്നില്ല. കുറേ കഴിഞ്ഞപ്പോഴേക്കും കർത്താവെ എന്നോട് ക്ഷമിക്കാൻ പറഞ്ഞു ദൈവസന്നിധിയിൽ. നിരപ്പ് പ്രാപിച്ചപ്പം പരിശുദ്ധാത്മ പറഞ്ഞു, എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. കണ്ടോ? വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരാളാണ് ഈ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ആളുകളിലൂടെ ഞാൻ കേട്ടിട്ടുണ്ട്. പരിശുദ്ധാത്മ ഭയങ്കര ദേഷ്യപ്പെടുന്നതല്ല. അതാ പറഞ്ഞ പിശാചിൻ്റെ ആഗ്രഹം നമ്മളെ പെട്ടെന്ന് ഡൊമിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ബോഡിയെ പരിശുദ്ധാത്മ എന്ത് ചെയ്യത്തില്ല? നമ്മളെ നിർബന്ധിക്കത്തില്ല. ഭയങ്കര അതാണ് ജെന്റിലാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് യേശുവിൻ്റെ അതേ സ്വഭാവം തന്നെയാണ് പരിശുദ്ധാത്മ. യേശു ആരോടെങ്കിലും ദേഷ്യപ്പെടാൻ വേണ്ടി പോയോ? നിന്റെ കുഴപ്പം കൊണ്ടാണ് എന്ന് പറയാൻ പോയോ? ഇല്ല. കർത്താവ് അവരെ സ്നേഹിച്ചു. ഇതേ സെയിം നേച്ചറാണ് പരിശുദ്ധാത്മാവിന്. ഒരു ഹല്ലേലൂയ. നമുക്ക് ഒരു നിമിഷം എണീറ്റ് നിൽക്കാം, ഒന്ന് പ്രാർത്ഥിക്കാം, ഒന്ന് റീഫ്രഷ് ചെയ്യാം. ആ കലങ്ങിപ്പോയ ഭാഷയൊക്കെ ഒന്ന് റീസ്റ്റോർ ചെയ്തെടുക്കാം. അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവ്. എന്നിട്ട് നിങ്ങൾ അന്യഭാഷ പറയുന്നുവെങ്കിൽ നിങ്ങളുടെ അകത്ത് ആ കൃപാവരം വരികയല്ല, നോക്കിക്കേ, ജ്വലിക്കുകയാണ് ചെയ്യേണ്ടത്. ഭാഷ കറക്റ്റ് ആയില്ലെങ്കിൽ എത്ര കൃപാവരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാലും അത് ജ്വലിക്കത്തില്ല. എൻ്റെ അകത്തുണ്ട് കേട്ടോ, എൻ്റെ അകത്തുണ്ട്. പറഞ്ഞ ഞാൻ ഇനി നിങ്ങൾക്ക് ഞാൻ കണ്ണടച്ചൊന്ന് തുറന്നേ. ഞാൻ ഈ ദിവസങ്ങളിൽ കൊരിന്ത്യ ലേഖനമാണ് ഈ ദിവസങ്ങളിൽ ധ്യാനിച്ച് അതിൻ്റെ ഒരു ക്ലാസ്സാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൊരിന്ത്യ സഭയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ മർമ്മം എന്നാണെന്നറിയാവോ? ഇവർക്കിത് അൺലോക്ക് ചെയ്യാൻ മനസ്സിലായി. എങ്ങനെയത് അൺലോക്ക് ചെയ്യുന്നുള്ളത് അവർക്ക് മറ്റേ വചനത്തിലൂടെയാണ് അവർ അൺലോക്ക് ചെയ്തത്. അത് അതിൻ്റെ ക്ലാസ് യൂട്യൂബിലുണ്ട്. അൺലോക്ക് ചെയ്തെടുത്തപ്പോഴേക്കും അവർക്ക് മനസ്സിലായി ഇതെല്ലാ കൃപാവരും അവർക്ക് ആക്റ്റീവ് ആകാൻ തുടങ്ങി. അവരതിനെ അൺലോക്ക് ചെയ്യുന്ന ഒറ്റ വാക്കാണ് പൗലോസ്ലീഹയിലൂടെ ലഭിച്ചൊരു ഭയങ്കരമായ ഒരു മർമ്മപ്രധാനമായ വചനത്തിലാണ് അവർക്കത് അൺലോക്ക് ചെയ്തത്. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ദേശം മുഴുവൻ നോക്കുക.
ദൈവം നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് പ്ലാൻ ചെയ്തിരിക്കുക. പരിശുദ്ധാത്മാവ് എന്തിനാണ് വന്നിരിക്കുന്നത്? ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് പിതാവ് മൂലം ഞാൻ ജീവിക്കുക. ഇനി ഈ പിതാവിന് ഈ ദേശത്ത് അനേകരെ നേടലുണ്ട്. എല്ലാവരെയും അല്ല കേട്ടോ, ചിലരെ. അപ്പം ഇവരാരൊക്കെയാണ് എന്ത് ചെയ്യണം? നിങ്ങൾ തപ്പാൻ പോകണ്ട. പരിശുദ്ധാത്മാവെ അങ്ങ് സംസാരിക്കണം. ഇനി സംസാരിക്കണമേ എന്ന് പറയുന്നത് ഒരു റോങ് ഇതാ. മനസ്സിലായോ? പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കും. കണ്ടോ, ഇതാണ് ഫെയ്ത്തിന്റെ ഡിക്ലറേഷൻ. സംസാരിക്കണമേ എന്ന് പറയുന്നത് എന്തുവാ? സംസാരിക്കാൻ വേണ്ടിയാ വന്നിരിക്കുന്നത്. ഇപ്പം ഞാനിവിടെ വന്നത് എന്തിനു വേണ്ടിയാ? പ്രീച്ച് ചെയ്യാൻ വേണ്ടിയാ. ഈ ബ്രദറെ 10 മിനിറ്റ് സംസാരിക്കാവോ? ശരിയോ തെറ്റോ? ഞാൻ പറയും പ്രസംഗിക്കാൻ വേണ്ടിയല്ല വന്നേക്കുന്നത്. പരിശുദ്ധാത്മാവ് വന്നത് തന്നെ സംസാരിക്കാനാണ്. കണ്ടോ, കർത്താവ് അങ്ങോട്ട് സംസാരിക്കും. ആരാണോ അങ്ങ് സംസാരിക്കും. ഇങ്ങനെ ഫെയ്ത്തിൻ്റെ ലാംഗ്വേജ് കറക്റ്റായിട്ട് കൊടുക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് എന്ത് ചെയ്യും? ഗൈഡൻസുകളുണ്ടാകും. എനിക്ക് ഒത്തിരി ഗൈഡൻസുകൾ പണ്ടുണ്ടായിട്ടുണ്ട്. ഞാൻ എപ്പോഴും നമുക്ക് സമയം കിട്ടുമ്പോൾ പറയാം എന്താണ് ഫെയ്ത്തിൻ്റെ ഗൈഡൻസുകൾ. പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോ ടേണിങ്ങിലോട്ട് കൊണ്ടുപോകും. ഒരു കാലിൽ പറഞ്ഞു. പക്ഷെ വെയിറ്റ് ചെയ്യണം. കാത്തിരിക്കാനുള്ള ക്ഷമ നമുക്ക് തരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഒരു നിമിഷം പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ, എൻ്റെ കർത്താവെ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അല്പനേരം എല്ലാവരും കർത്താവ് ഏതെങ്കിലും രീതിയിൽ അപ്പോൾ അങ്ങേ ദുഃഖിപ്പിച്ചത് നമുക്കറിയാം. നമ്മൾക്ക് നിസ്സാര വന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. ശിംശോനോർത്ത് എന്തുവാ? ദലീലയുടെ മടിയിൽ പോയി കിടന്നാൽ എന്നാ കുഴപ്പം? ഒരു കുഴപ്പമില്ല. പക്ഷെ നിൻ്റെ അഭിഷേകം പോകും. നിന്നോടുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ ബ്രേക്ക് ആവും. ഇത് വന്നും പോയി നിൽക്കുന്ന സമയമല്ല, വസിക്കുന്ന സമയമാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവെ, എന്തെങ്കിലും അങ്ങേ ദുഃഖിപ്പിച്ചോ? യേശു പറഞ്ഞു പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യരുത്? കണ്ടോ പറഞ്ഞു കർത്താവെ, എൻ്റെ വാക്കുകൊണ്ടോ, എൻ്റെ ഒരു തീരുമാനം കൊണ്ടോ, എൻ്റെ ഏതെങ്കിലും പ്രവൃത്തി കൊണ്ടോ, ഞാൻ പറഞ്ഞ ഏതെങ്കിലും അവിശ്വാസത്തിൻ്റെ വാക്കുകൊണ്ടോ അപ്പാ അങ്ങേ ദുഃഖിപ്പിച്ചെങ്കിൽ പറഞ്ഞു. എല്ലാവരും പറഞ്ഞ് ഇന്ന് ആ സാന്നിധ്യം നമ്മളെ പൊതിയും കേട്ടോ. ഇന്ന് ആ പരിശുദ്ധാത്മാവ് നമ്മളെ പൊതിയും കേട്ടോ. ഒരിക്കൽ കൂടെ ദൈവം നമ്മളെ ഉപയോഗിക്കും. പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ, അങ്ങ് എനിക്ക് വേണ്ടി എൻ്റെ അകത്ത് വന്നത് ഈ പട്ടണത്തിൽ, ഈ രാജ്യത്തിൽ, ലോകം മുഴുവനും അനേകരെ അങ്ങ് സംസാരിക്കാൻ വേണ്ടി പറ. എൻ്റെ നാവിനെ അങ്ങ് ടേക്ക് ഓവർ ചെയ്തിരിക്കുകയാണ്. അപ്പാ പറ, പരിശുദ്ധാത്മാവ് എൻ്റെ നാവിനെ പ്രവചന നാവാക്കിയിരിക്കുക. എൻ്റെ കയ്യെ രോഗികളെ സൗഖ്യമാകുന്ന കൈയാക്കിയിരിക്കുക. എൻ്റെ കാലുകൾ നന്മ സൂചിക്കാൻ എത്ര മനോഹരം. എൻ്റെ കാല് അനേക വീടുകളിൽ പോകാൻ വേണ്ടി പോകുക. റാബ റാബ ലാ റാബ റാ ശമന റഗറ്റേരിയ റഗറ്റേരിയ റംഡേരിയ. പ്രാർത്ഥിച്ച് യേശുവേ, പരിശുദ്ധാത്മാവേ, എന്തെങ്കിലും അപ്പാ അങ്ങ് വേദനിപ്പിച്ചത്, ഞാൻ ഏതെങ്കിലും വാക്കുകൊണ്ടോ എൻ്റെ പ്രവൃത്തി കൊണ്ടോ അങ്ങേ ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അപ്പാ ഇന്ന് യേശു രക്തം കൊണ്ട് എന്നെ കഴുകി കർത്താവേ. ഒന്നും കൂടെ കർത്താവെ ക്ലെൻസ് ചെയ്യുമാറാകണപ്പാ. വിശുദ്ധൻ തന്നെത്താൻ വിശുദ്ധിക്കുന്ന വചനം പറയുന്നത് പോലെ അപ്പാ കർത്താവ് എന്നെ ക്ലെൻസ് ചെയ്യണേ. അപ്പം എൻ്റെ നാവിനെ, ആ അവിശ്വാസത്തിൻ്റെ വാക്കിനെ ഞാൻ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. എൻ്റെ വായിൽ നിന്ന് വന്ന ഏതെങ്കിലും വാക്കോ എൻ്റെ ജഡത്തിൽ നിന്ന് വന്ന പ്രവൃത്തികളോ അങ്ങേ ദുഃഖിപ്പിച്ചെങ്കിൽ, ഞാൻ കണ്ട ഏതെങ്കിലും എൻ്റെ കാഴ്ചകൾ അങ്ങേ കർത്താവെ ദുഃഖിപ്പിച്ചെങ്കിൽ, എൻ്റെ ഏതെങ്കിലും തീരുമാനങ്ങൾ കർത്താവെ, ഏതെങ്കിലും ബന്ധങ്ങൾ, അങ്ങനെ പറഞ്ഞു എൻ്റെ ഏതെങ്കിലും ബന്ധങ്ങൾ ദൈവം പറയാത്ത ലോത്തുമാർ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അപ്പാ, ഞാൻ ലോത്തിനെ കൂട്ടിയെങ്കിൽ അപ്പാ അത് വേർപെട്ടു പോട്ടെ. ലോത്തുമാര് മാറിപ്പോകട്ടെ. പരിശുദ്ധാത്മാവേ, ഇത് പ്രാർത്ഥിച്ചേ. ആത്മാവിന്റെ നദിയിലേക്ക് എന്നെ എടുത്തെറിയണമേ. ആത്മാവിന്റെ നദിയിലേക്ക് എന്നെ എറിയണമേ. ആത്മാവിന്റെ നദിയിലേക്ക് എന്നെ എറിയണമേ. ആ തീക്കകത്തോക്ക് എന്നെ നദിക്കണമേ. ഹറാബാല എല്ലാരും പ്രാർത്ഥിച്ചേ. ആത്മാവിന്റെ നദിയിലേക്ക് എന്നെ ഒഴുക്കണേ അപ്പാ. ശരീരത്തിന്റെ മേൽ പരിശുദ്ധാത്മാവേ അങ്ങ് ഉണ്ടല്ലോ അപ്പാ. എന്റെ വേദനകളുടെ മേൽ അങ്ങ് ഇറങ്ങി വരുന്നല്ലേ അപ്പാ. ശിംശോന് വേണ്ടി സിംഹത്തെ കീറിയതുപോലെ സകല പ്രതികൂലങ്ങളെ കീറുന്ന അല്പനേരം പ്രാർത്ഥിച്ച് യേശുവേ, ഒരു തീ, ആത്മാവിന്റെ ഒരു തീ. ആത്മാവിന്റെ ഒരു തീ അപ്പാ. ആത്മാവിന്റെ ഒരു തീ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പ്രാർത്ഥിച്ചേ. ഒരു തീ പോലെ, ഒരു തീ പോലെ ജീവന്റെ ആത്മാവേ, ജീവന്റെ ആത്മാവേ, യേശുവിനെ ഉയർപ്പിച്ച ആത്മാവേ, യേശുവിനെ ഉയർപ്പിച്ച ആത്മാവേ. ഈ ദേശത്തിന് മേൽ
ഓ പരിശുദ്ധാത്മാവേ ഈ നിമിഷം Hallelujah, riga baba, riga baba, riga baba, ura baba, riga baba, riga baba, riga baba, ura baba, riga baba, riga baba, riga baba, Yeshua, riga baba, riga baba, repeat, rika ka 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 si, rika bashe te, ura baba, riga baba, ura baba, riga, ura baba, riga baba, 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 riga baba, sekele, hallelujah. Jesus, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ora bara riga baba, riga baba, riga baba, riga baba, riga baba, ribi, raga baba, riga baba, shiba laba, riba laba, shandala bandala, riga baba, പരിശുദ്ധാത്മാവേ, shiga baba, riga baba, re, seke, whoa, ora bara swasi halabara bara പരിശുദ്ധാത്മാവേ അറോഹ റഗോ ഒരിയാ ലിഗെ റിഗദേ റിഗ ബാബ ശിബാരാ ബാരാ ഓ യേശുവേ പരിശുദ്ധാത്മാവേ റാലി രി ബോറി ശീലി ബാരി ബോറി ബരി ഉടാ ബാരാ റക വരവല്ല ഓ പരിശുദ്ധ നിയാസോ ബാറാലേ റോകെ ora bara riba raba riga urabana rika mana sofa raba riga urabana rika mana sofa raba riga urabana riga bana urabana ri oh say tai twaba riga biri oh rasa പോരെ പരിശുദ്ധാത്മാവേ Subaria la bari ura la bari balara riba la bariba ura la riga raba la bariga ura bala riba la bariga la bari riba la bara ti wasata la baragabar ura bala riga biri mazo subala riga ura bara riga rashvatala Swai tai parakala riga dele bara ri kwai rai tai rega dele bara ri tha riga bara riga bara oh right tai tara bara riga oh right rai re biri ba ri ba rai sai ri adere പരിശുദ്ധാത്മാവേ ഈ ശരീരം അങ്ങയുടേതാണപ്പാ പരിശുദ്ധാത്മാവോട്ട് അലയൻസിലേക്ക് നമുക്ക് പോകാം. ഞാൻ പറഞ്ഞത് പരിശുദ്ധാത്മാവ് വിചാരിച്ചാൽ ഈ ശരീരം ദീർഘായുസോടെ ഇരിക്കും. പരിശുദ്ധാത്മാവ് വിചാരിച്ചാൽ ഒരു രോഗശക്തിക്കോ പരിശുദ്ധാത്മാവ് വിചാരിച്ചാൽ ഒരു പൈശാചിക ശക്തിക്കോ ഒരു രോഗശക്തിക്കോ ഒരു പ്രതികൂലത്തിന് മറാല റിയാലേ ശിംശോലെ നിന്നെ കീറാമെന്ന സിംഹത്തെ കീറിക്കളഞ്ഞ പരിശുദ്ധാത്മാവ് അതേപോലെ പരിശുദ്ധാത്മാവ് വെളിപ്പെടും.
സ്വാലാറബ. അപ്പാ പരിശുദ്ധാത്മാവേ, അങ്ങ് പറയുന്നത് പോലെ നടക്കുവാൻ, അങ്ങ് പറയുന്നത് കേൾക്കുവാൻ ഞങ്ങളുടെ കാതുകളെ ഷാർപ്പാക്കി നന്ദി കർത്താവേ. ഞങ്ങൾ അങ്ങയുടെ ശബ്ദം കേൾക്കും, ഞങ്ങൾ അങ്ങയോട് മിണ്ടും. ഓ ബറാല ബറാല ബറാബ. ഓ നല്ല സഖിയേ, നല്ല സഖിയേ. ഓ മസോ ഓരാ ബറാ 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 രാഖറാബ ശോഭാരിയ. ആ ദർശനങ്ങൾ പരിശുദ്ധാത്മാവിൽ കണ്ടേ, ഒന്ന് പ്രവചിച്ചേ. ആ ബന്ധിതരെ വിടുവിച്ചേ, പീഡിതനെ വിടുവിക്കേ. അനേകരെ ആത്മമണ്ഡലത്തെ അൺലോക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ, അൺലോക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ലോബിയ റാദിയ ബാരിയ സോഫിയ അൺലോക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ഒരു ഭയങ്കര സാന്നിധ്യം കേട്ടോ, പരിശുദ്ധാത്മാവിന്റെ ഭയങ്കര സാന്നിധ്യം, സ്നേഹത്തിന്റെ സാന്നിധ്യം, സ്നേഹത്തിന്റെ സാന്നിധ്യം. സ്നേഹം കൊണ്ട് പൊതിയ. ഓ യേശുവേ, ഓ യേശുവേ, പരിശുദ്ധാത്മാവേ. ദർശനങ്ങൾ കാണ്, ദർശനങ്ങൾ കാണ്, പ്രവചിക്ക്. ഇതിനു വേണ്ടിയാ പരിശുദ്ധാത്മ വന്നത്. ഉണ്ടെന്ന് വിശ്വസിപ്പീൻ, ഉണ്ടെന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് ഉണ്ടാകും. ആ കാഴ്ചകൾ തുറന്നു വരിക. ദർശനങ്ങൾ, UK പറ്റിയുള്ള കാഴ്ചകൾ. പരിശുദ്ധാത്മാവ് എന്താണോ ചെയ്യാൻ വേണ്ടി പോണത്, പരിശുദ്ധാത്മാവിന്റെ കൂട്ടുകാരനായ നിങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ ബോഡിയായ നിങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ കണ്ണാണ് നിങ്ങളുടെ കണ്ണ്, പരിശുദ്ധാത്മാവിന്റെ നാവാണ് നിങ്ങളുടെ നാവ്, പരിശുദ്ധാത്മാവിന്റെ എല്ലാണ് നിങ്ങളുടെ എല്ല്, പരിശുദ്ധാത്മാവിന്റെ ഞരമ്പാണിത്, പരിശുദ്ധാത്മാവിന്റെ ആന്തരിക അവയവമാണ് നിങ്ങളുടേത്. ഓ രോഗമേ ഇറങ്ങിപ്പോ യേശുവിന്റെ നാമത്തിൽ, നിനക്ക് വാഴാൻ കഴിയത്തില്ല. ഇത് പരിശുദ്ധാത്മാവിന്റെ ബോഡിയാണ്, ഇത് പരിശുദ്ധാത്മാവിന്റെ അസ്ഥിയാണ്, ഇത് പരിശുദ്ധാത്മാവിന്റെ ഞരമ്പാണ്. Healing in the name of Jesus Christ. Healing in the name of Jesus. Yeshua. Shiala boria labia tebia rabia tobia rabia. Shabia tabia rabia shobia tabia rabia sabia. Shabia tabia rabia shabia rabia rabia rabia. Shabia tabia rabia 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 rabia. Shabia rabia 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 rabia. Urabara baba, urabara baraba, urabara ribara, urabala rikaba, urabala rikabana raba 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 raba. Shbana haraba shabala khada derika masi, ragala khada derika masi, uradala bafarsiyan, rabana khada derika masi, ragala khada derika masi, uradala khada dala khada di, uradala bara khada dala prashi, uradala khada ആത്മാവിൽ നിറയുന്നവരായിട്ട്. ഓ പരിശുദ്ധാത്മാവേ, തീ തീ അപ്പാ. വിളിച്ചു പറ, ഞാൻ ദർശനം കാണും. പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ട് ഞാൻ ദർശനം കാണും. പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ട് ഞാൻ പ്രവചിക്കും. പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ട് രോഗികളെ സൗഖ്യമാക്കും. പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കും. പരിശുദ്ധാത്മാവ് ലോക രാജ്യങ്ങളെ പിടിക്കും. ഓ സാരാ ധാരാ ബാല ജീസസ് വീര്യാമറിയാന്തരി. ഇനി ഒന്നും കിട്ടാനില്ല, ഒന്നും വരാനില്ല. വരേണ്ടയാൾ വന്നു, പ്രവർത്തിക്കുന്നയാള്. യേശു പറഞ്ഞു, ഞാൻ പറഞ്ഞ വചനം അത് ജീവനും ആത്മാവുമാകുന്നു.
എന്നിൽ വസിക്കും നല്ല ആത്മാവേ, എന്നെ നടത്തും ദൈവാത്മാവേ, എന്നിൽ വസിക്കും നല്ല യേശുവേ, എന്നെ നടത്തും ദൈവാത്മാവേ, എന്നോടു മിണ്ടും എൻ കൂടെ ഇരിക്കും, എന്നോടു മിണ്ടും എൻ കൂടെ നല്ല സഖിയേ, നല്ല തുണയേ, പരിശുദ്ധാത്മാവേ, നല്ല സഖിയേ, നല്ല തുണയേ, പരിശുദ്ധാത്മാവേ, കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവിൻ സാന്നിധ്യം വേണം, പരിശുദ്ധാത്മാവേ കൂടെ വേണം, പരിശുദ്ധാത്മാവേ, വഴിയിതാണെന്ന് പറയും, വഴുതിടാതെന്നെ കാക്കും, വഴിയിതാണെന്ന് പറയും, വഴുതിടാതെന്നെ കാക്കും, മരുഭൂമിയിൽ നൽനീരുറവ, മുഴുവികളിൽ നൽതൈലവുമാ, മരുഭൂമിയിൽ നൽനീരുറവ, മുറിവുകളിൽ നൽതൈലവുമാ, നല്ല നല്ല തുണയേ, പരിശുദ്ധാത്മാവേ, നല്ല സഖിയേ, നല്ല തുണയേ, പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, 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 നിൻ സാനൽ വേണം, പരിശുദ്ധാത്മാ പരിശുദ്ധാത്മാ ശകല അറിയാന്തരി. ഇപ്പൊ നമുക്ക് മനസ്സിലായ പരിശുദ്ധാത്മാവ് വന്നത് ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയാ. പരിശുദ്ധാത്മാവുള്ള വ്യക്തിനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്. നിങ്ങൾ പറഞ്ഞ് തെറ്റായ ഭാഷ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. ഒന്നാമത്തെ കാരണം പരിശുദ്ധാത്മാവിൽ നിറയാൻ കഴിയാത്തതിൻ്റെ കാരണം തെറ്റായ ലാംഗ്വേജ്. പരിശുദ്ധാത്മ വന്നെങ്കിൽ പിന്നെ എന്താ കിട്ടാനുള്ളത്? അതാണ് യേശു പറഞ്ഞത്, ഞാൻ ദരിദ്രന്മാരെ സുവിശേഷം അറിയിക്കാൻ വന്നയാളാണ്. ഇതിൽ ഭയങ്കര ഒരു സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട് കേട്ടോ. പരിശുദ്ധാത്മാവ് കൊതിക്കുക. നമ്മൾ പാടിയതുപോലെ നല്ല സഖിയായിട്ട്. ഓ ജീസസ്, മങ്ങിപ്പോയതെല്ലാം തുറന്നു വരും കേട്ടോ. ഇന്ന് മുതൽ പറഞ്ഞ ഞാൻ പ്രവചിക്കും, ഞാൻ ദർശനം കാണും, ഞാൻ സ്വപ്നം കാണും, ഞാൻ രോഗികളെ സൗഖ്യമാക്കും. ഇത് ആ ആൾ എൻ്റെ അകത്തുള്ളത് കൊണ്ടായി കോൺഫിഡൻസ്. ദാവീദ് എങ്ങനെ സിംഹത്തെ കീറാൻ പറ്റി? ധൈര്യം, ഈ കൈ ചലിപ്പിക്കുള്ള ധൈര്യം പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ടാണ്. ബൈ ഫെയ്ത്തിനാൽ നമ്മൾ അറിയുന്നു. മറന്നു പോകരുത്, ഫെയ്ത്ത് ചെറിയ കാര്യമല്ല, ഭാഷയാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമ്മളെ തന്നെ പൂർണ്ണമായി ഏൽപ്പിക്കുന്നപ്പ ഈ ദിവസങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നാവ് കൊണ്ട് പാപം ചെയ്യരുത്, നാവ് കൊണ്ട് പാപം ചെയ്യരുത്. എനിക്കൊരു പ്രതികൂലം വന്നാൽ ഈ വാക്യം മറന്നു പോരുത്. ശിംശോനെ, നിന്റെ മുമ്പിൽ സിംഹം വന്നാൽ ഞാൻ കീറിയിരിക്കും. പരിശുദ്ധാത്മാവ് ഇറങ്ങിയിരിക്കും. നിനക്കൊരു വിഷയം വന്നാൽ വെറുതെ ഇരിക്കത്തില്ല, വെറുതെ ഇരിക്കത്തില്ല. ആ ശരീരത്തോടൊന്ന് പറയാവോ, ഇതെൻ്റെ ശരീരമല്ല, ഇത് പരിശുദ്ധാത്മാവിൻ്റെ ശരീരമാണ്, യേശുവിൻ്റെ ശരീരമാണ്. എൻ്റെ അസ്ഥി പരിശുദ്ധാത്മാവിൻ്റെ അസ്ഥിയാണ്. അതുകൊണ്ട് വേദനയോട് പറ, നിനക്ക് ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം, ഇത് പറയണം. പരിശുദ്ധാത്മാവിൻ്റെ അസ്ഥിയാണിത്, ഇത് പരിശുദ്ധാത്മാവിൻ്റെ കണ്ണുകളാണിത്. ഇത് പാപത്തിനോ ശാപത്തിനോ ഉള്ളതല്ല. ഇത് അനേകരെ യേശുവിലേക്ക് നേടുവാനുള്ള ശരീരമാണ് എൻ്റെ ശരീരം. അങ്ങനെ ഒന്ന് പ്രവചിക്കണം.
അപ്പൊ ഞാൻ പറയാം, തന്നെ അത്ഭുതങ്ങൾ ഉണ്ടാവും, തന്നെ അത്ഭുതം ഉണ്ടാവും. ആത്മാക്കൾ ഓടി വരാൻ തുടങ്ങും. കാര്യം പിതാവ് ആകർഷിക്കാൻ തുടങ്ങും, പിതാവ് അട്രാക്ട് ചെയ്യാൻ തുടങ്ങും ആത്മാക്കളെ. ഇപ്പൊ മനസ്സിലായി പിതാവ് എന്തുകൊണ്ട് അട്രാക്ട് ചെയ്യാത്തത്? ഡിഫറെന്റ് ലാംഗ്വേജ്, അല്ലെങ്കിൽ കൂടുതൽ അന്യഭാഷ പ്രാർത്ഥിക്കണം. ഭാഷ ഒന്നാകണം, ഭാഷ ഒന്നാകണം. ഭാഷ കലഹിക്കുമ്പോൾ കലഹം ഉണ്ടാവും. ആ ശരീരത്തിന്റെ അകത്തോട്ട് സാന്നിധ്യം നിറയുന്നവർ ആരൊക്കെയുണ്ട്? അത് മുറുകെ പിടിച്ചോ. ഭയങ്കര കൊയ്ത്തിന് വേണ്ടിയാ. ശബലബറബല. കർത്താവ് പറഞ്ഞു പേരുകൾ വെളിപ്പെട്ട് വരും. വരാൻ പോകുന്ന ആളുകൾ മുൻകൂട്ടിയുള്ള ഡ്രസ് കോഡ് ഉൾപ്പെടെ പരിശുദ്ധാത്മാവ് സംസാരിക്കും. തെളിവ് ഞാൻ പറയാം. ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു, നാളെ ഈ സമയത്ത് ഒരുത്തം വരും, അവനെ നീ രാജാവായി അഭിഷേകം ചെയ്യണം. കണ്ടോ, ദൈവാത്മാ പറയുന്നത് കണ്ടോ? ഒരുത്തം വരാൻ പോവാ നാളെ ഈ സമയത്ത്. സമയം തെറ്റത്തില്ല. അതെങ്ങനെ മനസ്സിലായി ശമൂവേലേ? എന്നോട് ദൈവം സംസാരിക്കുന്നു. എന്റെ പ്രിയരെ, ദൈവം സംസാരിക്കും. എന്റെ ദൈവം എന്നോട് സംസാരിക്കൂ. എന്റെ ദൈവം എന്നോട് മിണ്ടു. അവൻ എന്നെ സ്നേഹിക്കുന്നു, അവൻ എന്നെ സ്നേഹിക്കുന്നു, അവൻ എന്നെ സ്നേഹിക്കുന്നു ആരേക്കാൾ അധികമായി. ഓ യേശുവേ, അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നപ്പാ. പിതാവേ, ഞങ്ങളിലൂടെ അങ്ങ് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാ ധൈര്യമാ പ്രിയരെ. ഈ നാട്ടിൽ പിതാവ് പ്രവർത്തിക്കുവാൻ നിങ്ങളുടെ ബോഡി എടുത്തിരിക്കുക. പരിശുദ്ധാത്മാവ് Urama nala bana riga laba raba raba udala riba laba rale rabe rebe uraba raba 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 uraba raba 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 uraba raba raba rebe 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 uraba raba raba laba raba raba ആത്മാവിൽ ജ്വലിക്കട്ടെ, തീയാകട്ടെ റിയ ശ്വേരിയാമോ ശിബിരി ബിരി 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 ഉടവല ബിരി 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 ഉടവല ബിരി 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 ഉടവല ബിരി 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 റിയ ശ്വേ ഹുരി ബാബ ഹുരി ഹുരി ബാബ ഹുരി ഹുരി ബാബ ഹുരി ബാബ ഹുരി ബാബ ഹുരി Jesus for bala to swai tami ali bori bali labari swai tali bari bori bari bori swai tai 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 ribi 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 hori hiri hori biri 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 attraction aria attraction das swai ne halia dori maria dori sporiamo spariamo dial my voice right tally bo har biri bori 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 biri 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 shiri biri 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 pravajike riya shwaitala varali bori bari bori rari bori bori bari bori bori shibel hadadala man hadadala മുടന്തനെ എണീപ്പിക്കും, ശകടനെ കേൾവി കൊടുക്കും, ഊമനെ സംസാരിപ്പിക്കും, മരിച്ചതിനെ ഉയർപ്പിക്കും. ഓ പരിശുദ്ധാത്മാവേ, ഭാഷ ഒന്നാകട്ടെ, ലാംഗ്വേജ് ഒന്നാകട്ടെ. ശിലിയാറബു ശാലിയാന്തോറു ദാഖിൽ ഹന്ദേരി
വടതിരിക്കപ്പെട്ട അട്രാക്ഷനാണ്. പിതാവ് എൻ്റെ അകത്തിരുന്നു കൊണ്ട് യേശു പറഞ്ഞു പുത്രനിലേക്ക് ആകർഷിക്കുക. നമ്മളും പറയണം, പല ഭാഷക്കാർ അട്രാക്ട് ചെയ്യും, ആകർഷിക്കും. അട്രാക്ഷൻ അകത്തുണ്ട് കേട്ടോ. അഭിഷേകം എന്ന് പറയുന്നത് ആത്മാവാണ്. എന്നുള്ളത് കർത്താവ് ഒരു കാഴ്ച കാണിക്കുവാണ്. ഒരു ഫാം ഹൗസിന്റെ വലിയൊരു പറമ്പ് പോലെ സ്ഥലത്ത് നിറച്ചും വാഹനങ്ങൾ നിരത്തിയിട്ടിരിക്കുന്ന ഒരു പ്രാർത്ഥന. ജനത്തിന്റെ മേലെ അട്രാക്ഷൻ ഉണ്ടാകാൻ പോവാ. വഴിയെ പോകുന്നതിന് പോലും കയറാൻ തോന്നും. വഴിയെ പോകുന്നതിന് പോലെ അട്രാക്ഷൻ ഉണ്ടാവും. സ്വലഹറിയാലും തിരിയ അട്രാക്ഷൻ. ഇപ്പൊ ഇനി മനസ്സിലാക്കൂ, ലാംഗ്വേജിനെ കലക്കുക എന്നുള്ളതാണ് പിശാചിന്റെ ലക്ഷ്യം. എത്ര പ്രസംഗം കേട്ടാലും ഓർത്തോണേ, ഇനി ഒന്നും കിട്ടാനില്ല, വരാനില്ല. ഞാൻ പരിശുദ്ധാത്മാവുമായിട്ട് ചേർണമെങ്കിൽ ഭാഷ ഒന്നാകണം, ആത്മാവിന്റെ ഭാഷ. അതാണ് യേശു പറഞ്ഞത്, ഞാൻ പറഞ്ഞ വചനം ജീവനും ആത്മാവുമാകുന്നു. വചനം ജീവൻ ആത്മാവ്, മറക്കരുത്. വചനം ജീവൻ ആത്മാവ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ സാന്നിധ്യം നമ്മളെ നിർബന്ധിക്കുന്ന കേട്ടോ. ഇന്ന് മുതൽ പറയണം, അനേകം മുടന്തനെ പരിശുദ്ധാത്മാവ് എൻ്റെ കയ്യിലൂടെ എണീപ്പിക്കും. അപ്പോൾ ഈ കൈ രോഗമായിരിക്കാൻ പറ്റുമോ? ഇല്ല. ഈ കൈ ശരീരത്തിൽ അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. പറയണം, ഇത് പരിശുദ്ധാത്മാവിൻ്റെ അസ്ഥിയാണ്. അങ്ങനെ പറയുമ്പോൾ തന്നെ അത്ഭുതം കയറി വന്നിരിക്കും. ഇപ്പം പരിശുദ്ധാത്മാവ് എന്തുകൊണ്ട് സൈലൻ്റ് ആണെന്നറിയാവോ? ഭാഷ തെറ്റാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവിൻ്റെ മേശയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. തിരുമേശ നമ്മൾ ഭക്ഷിക്കുമ്പോൾ ഈ ഒരു ഉറപ്പ് മനസ്സിലായി. യേശു എന്തുകൊണ്ടാണ് എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യാൻ പറ്റും? അതെല്ലാം ഓർക്കണം ദിവസവും. ഞാൻ ക്രിസ്തു പരിശുദ്ധാത്മാവിൻ്റെ അകത്തുണ്ട്. എപ്പോഴും പറ, എണീക്കുമ്പോഴേ പറ, പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ശബ്ദം കേൾക്കും. രാത്രി കിടക്കണം, ഞാൻ ഇന്ന് സ്വപ്നത്തിലൂടെ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കും. വണ്ടി ഓടിക്കും പറ, ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ദർശനം കാണും. ചുമ്മാ പറഞ്ഞു നോക്ക്. നിങ്ങൾ പറയും എന്നെ സംഭവിക്കുന്ന അറിയാമോ? ഭാഷ ഒന്നാവും. അവിടെ ആ ലാംഗ്വേജ് ബാരിയറൊക്കെ തകരും. അനോയിൻറ്റിങ് മൂവ് ചെയ്യാൻ തുടങ്ങും, ആത്മാവിൽ നിറയാൻ തുടങ്ങും. എന്നിട്ട് നിങ്ങൾ അന്യഭാഷ പറയുമ്പോഴാണ് റിസൾട്ട് വരുന്നത്. ഇല്ല എങ്കിൽ പറയുന്ന അന്യഭാഷ അവിടെ സ്റ്റോറായി കിടക്കും. എന്നാണോ ലാംഗ്വേജ് കറക്റ്റ് ആകുന്നത് അന്ന് റിലീസ് ആകത്തുള്ളൂ. അതുവരെ ഇത് വെയിറ്റ് ചെയ്യും. അതുകൊണ്ടാണ് പല വിശ്വാസിക്കും വളരാൻ കഴിയാത്തതിൻ്റെ കാരണം ലാംഗ്വേജ് തെറ്റാണ്. കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി അപ്പപ്പെടുത്ത് സ്വത്രം ചൊല്ലി നുറുക്കിക്കൊണ്ട് പറഞ്ഞത്,